ഹലോ, ഞാൻ നീലിമ വർമ്മ. എൻ്റെ ചാനൽ ഡിസ്കഷൻ വിത്ത് സി ആസ്പിരൻറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ തൊട്ടായിരുന്നു നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ആവേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ ആദ്യം എടുത്ത ടോപ്പിക്ക് PGBP ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം PGBP എത്ര വലിയ ടോപ്പിക്കാണെന്ന്. സോ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് അപ്ലോഡ് ആയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ PGBPയുടെ പാർട്ട് 1 ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നാളെ ഞാൻ PGBPയുടെ പാർട്ട് 2, സൺഡേ ഞാൻ ഹൗസ് പ്രോപ്പർട്ടിയുടെ റിവിഷനും ആയിരിക്കും ചെയ്യുന്നത്. ഐ എം സോ സോറി ഫോർ ദിസ് ഡിലേ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, അതായത് വീഡിയോ കുറയ്ക്കാം അല്ലെങ്കിൽ വീഡിയോസിൻ്റെ എക്സ്പ്ലനേഷൻ കൂട്ടണം, അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ഹൗസ് പ്രോപ്പർട്ടിയിൽ വേണ്ട ചേഞ്ചസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം വീഡിയോസിനെ ഷെയർ ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോഴ്സസ് ഓഫ് ഇൻകം എന്തൊക്കെയാണ്? എത്രയുണ്ട് സോഴ്സസ് ഓഫ് ഇൻകം? സോഴ്സസ് ഓഫ് ഇൻകം ഒരുപാടുണ്ട്. പക്ഷെ ഇൻകം ടാക്സിൽ അതിനെ 5 ഹെഡ്സിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഇൻകം ഫ്രം സാലറി, സെക്കൻഡ് വൺ ഇസ് ഇൻകം ഫ്രം house property, third one is income from business profession, fourth one is income from capital gain, and last one is income from other sources. ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ PGBP ടോപ്പിക് ആണ് എടുക്കുന്നത്. അപ്പോൾ PGBP പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ് ഓർ പ്രൊഫഷൻ രണ്ട് വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ബിസിനസ്, സെക്കൻഡ് വൺ ഇസ് പ്രൊഫഷൻ. സോ ബിസിനസ് വേർഡിനെ ഇൻകം ടാക്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? യെസ്, സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ബിസിനസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പറയുന്നത് ബിസിനസ് ഇൻക്ലൂഡ്സ്, ഇറ്റ് ഈസ് നോട്ട് ബിസിനസ് മീൻസ്. ബിസിനസ് മീൻസ് എന്ന് പറയുന്നില്ല, ബിസിനസ് ഇൻക്ലൂഡ്സ് എന്നാണ് പറയുന്നത്. അതായത് ബിസിനസ് ഇതാണ് എന്ന് പറയില്ല, ബിസിനസ്സിനകത്ത് ഇതും ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ബിസിനസ് ഇൻക്ലൂഡ്സ് ട്രേഡ്, commerce, manufacture and adventure in nature of trade, commerce and manufacture. അതായത് ട്രേഡ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്, കോമേഴ്സ് എന്ന് പറഞ്ഞാൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാം, മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ട് പ്രൊഡക്ഷൻ ചെയ്തിട്ട് പിന്നെ ഇതിനെ സെല് ചെയ്യുക, അതാണ് നമ്മുടെ മാനുഫാക്ചർ. ബട്ട് ദീസ് ഓൾ ഷുഡ് ബി ഇൻ അഡ്വെഞ്ചർ ഇൻ നേച്ചർ. അഡ്വെഞ്ചർ ഇൻ നേച്ചർ എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് റിസ്ക് ഉണ്ടാവണം. അതായത് റിസ്ക് എലിമെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുള്ളൂ? ഇതിനെ ബിസിനസിന്റെ ഡെഫിനേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. സോ ദിസ് ക്യാൻ ബി റെഗുലർ ആക്ടിവിറ്റി ഓർ ഇറെഗുലർ ആക്ടിവിറ്റി. റെഗുലർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഞാൻ 12 മാസം അല്ലെങ്കിൽ 10 മാസം 9 മാസം ഒക്കെ ഞാൻ ബിസിനസ് ചെയ്യാണ്. അപ്പൊ ഇതാണ് എന്റെ റെഗുലർ ആക്ടിവിറ്റി, ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. റെഗുലർ. ഇറെഗുലർ ആക്ടിവിറ്റി എക്സാമ്പിൾ ഞാൻ പറയാം, സീസണൽ ബിസിനസ്. സീസണൽ ബിസിനസ്സിൽ ഞാൻ 12 മാസവും പണിയെടുക്കില്ല, അതായത് 12 മാസം എന്റെ ബിസിനസ് ഉണ്ടാവില്ല. പക്ഷേ ആ സീസൺ 3 months ആവാം, 6 months ആവാം, 9 months ആവാം, ദെൻ ഓൾസോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് നമ്മുടെ ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓൺലി തിങ് ഈസ് ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് പ്രോഫിറ്റ് എലിമെന്റ്, റിസ്ക് എലിമെന്റ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ അതിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റുള്ളൂ? ബിസിനസ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. സോ ബിസിനസ് ഇൻക്ലൂഡ്സ് ട്രേഡ്, കോമേഴ്സ്, മാനുഫാക്ചർ, അഡ്വെഞ്ചർ ഇൻ നേച്ചർ ഓഫ് ട്രേഡ്, കോമേഴ്സ് ആൻഡ് മാനുഫാക്ചർ. സോ അഡ്വെഞ്ചർ മീൻസ് സം കൈൻഡ് ഓഫ് റിസ്ക് ഉണ്ടാവണം. അപ്പൊ റിസ്ക് ഉണ്ടെങ്കിലേ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിസിനസിന്റെ ഡെഫിനേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ പ്രൊഫഷൻ. പ്രൊഫഷൻ എന്തെല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 2 സബ്സെക്ഷൻ 36 ഇൻക്ലൂഡ്സ്. ഇവിടെയും അഗെയിൻ എന്താ പറയുന്നത്? ഇൻക്ലൂഡ്സ്. സി പ്രൊഫഷൻ നോർമൽ മീനിങ് എന്താ? ആസ് പെർ ഡെഫിനിഷൻ. ആസ് പെർ ഡെഫിനിഷൻ എന്താ? ആസ് പെർ ഡിക്ഷണറി എന്താ പറയുന്നത്? റിക്വസിറ്റ് ഡിഗ്രി ഓഫ് ഓർ ക്വാളിഫിക്കേഷൻ ആർക്കാണ് ഉള്ളത് അതിനെ പ്രൊഫഷൻ ആക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറീസ്, ഇന്റീരിയർ ഡിസൈനേഴ്സ്, ഇവർക്ക് എന്താണ് വേണ്ട ഡിഗ്രിയും ക്വാളിഫിക്കേഷനും ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? പ്രൊഫഷണൽ ആയിട്ട് നമ്മൾക്ക് അതിനെ വിളിക്കാൻ പറ്റും. സോ പ്രൊഫഷൻ ഇൻക്ലൂഡ്സ് നോർമൽ ഡിക്ഷണറി മീനിങ് അതുണ്ട് തന്നെ, കൂടാതെ ഇറ്റ് ഇൻക്ലൂഡ്സ് വൊക്കേഷൻ ഓൾസോ. വൊക്കേഷൻ മീൻസ് എന്താ? യൂസിങ് സ്കിൽ ഓർ ടാലന്റ്. അതായത് സ്കിൽ ഓർ ടാലന്റ് ആസ് എ പ്രൊഫഷണൽ ആക്ടിവിറ്റി ടു ഗെയിൻ പ്രോഫിറ്റ്സ്. അതായത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി സ്കിൽ ഓർ ടാലന്റിനെ യൂസ് ചെയ്യാണ് ഫോർ പ്രൊഫഷണൽ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ അമിതാഭ് ബച്ചൻ, മിസ്റ്റർ ഷാരൂഖ് ഖാൻ, അല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ സ്കില്ലും ടാലന്റും യൂസ് ചെയ്തിട്ട് അതിന് പ്രൊഫഷണൽ ആക്ടിവിറ്റി ആയിട്ട് യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് വൊക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ വൊക്കേഷൻ ഇൻക്ലൂഡ്സ് സ്കിൽ ഓർ ആസ് വെൽ ആസ് ടാലന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ബിസിനസ് ആൻഡ് പ്രൊഫഷന്റെ ഡെഫിനേഷൻസ് നമ്മൾ കവർ ചെയ്തത്. Now
ഈ ചാപ്റ്ററിൽ, അതായത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ചാപ്റ്ററിനകത്ത് എന്താണ് ടാക്സ് ആവുന്നത്? പ്രോഫിറ്റ്സ് ആണ് ടാക്സ് ആവുന്നത്. അപ്പൊ ഈ പ്രോഫിറ്റ്സ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇൻകം മൈനസ് എക്സ്പെൻസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, സോ ഇൻകം മൈനസ് എക്സ്പെൻസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. ഇൻകം എക്സ്പെൻസും നമ്മൾ എവിടെയാണ് ഉണ്ടാക്കുന്നത്? അക്കൗണ്ട്സിലാണ് ഉണ്ടാക്കുന്നത്. സോ ദിസ് പ്രോഫിറ്റ്സ് ആർ കാൽക്കുലേറ്റഡ് ആൻഡ് കമ്പ്യൂട്ടഡ് ആസ് പെർ അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് കൺവെൻഷൻസ്, അക്കൗണ്ടിങ് പോളിസീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട്സ് ഉണ്ടാക്കും. ഓക്കെ, സോ ഈ അക്കൗണ്ട്സിൽ നമ്മൾ ചില ടാക്സ് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് PGBP ഇൻകം ആണ് കിട്ടുന്നത്. ഓക്കെ, സോ പ്രോഫിറ്റ്സ് കമ്പ്യൂട്ടഡ് ആസ് പെർ അക്കൗണ്ട്സ്, അതിനകത്ത് നമ്മൾ ടാക്സേഷൻ റിലേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്താൽ നമുക്ക് PGBP ഇൻകം കിട്ടും. സോ നൗ ദിസ് ഇസ് കമ്പ്യൂട്ടഡ് ആസ് പെർ അക്കൗണ്ട്സ്. ഈ അക്കൗണ്ട്സ് എങ്ങനെ ഉണ്ടാക്കുന്നത്? മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. സോ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഇറ്റ് വിൽ ബി അക്രൂവൽ ഓർ മെർക്കന്റൈൽ. അക്രൂവൽ എന്ന് പറഞ്ഞാലും മെർക്കന്റൈൽ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അക്രൂവൽ ഓർ മെർക്കന്റൈൽ ഓർ ക്യാഷ് ബേസിസിലാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഹിയർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഇൻകം ടാക്സിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് അവിടെ ഇൻകം ടാക്സ് ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. ഇറ്റ് ഈസ് ചോയ്സ് ഓഫ് SSE വെദർ ടു ഓപ്റ്റ് അക്രൂവൽ ഓർ മെർക്കന്റൈൽ ബേസിസ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് ബേസിസിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് SSEക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഓൺ ചോയ്സ് ഓഫ് SSE. ബട്ട് ഇൻകം ടാക്സ് പ്രിഫർ അല്ല, ഇറ്റ് ഓൾവേസ് സേസ് ദാറ്റ് കൺസിസ്റ്റന്റ്ലി ഏത് മെത്തേഡാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഏത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, അത് കൺസിസ്റ്റന്റ്ലി ഫോളോ ചെയ്യണം എന്ന് മാത്രമാണ് എന്ത് ഇൻകം ടാക്സ് പറയുന്നത്. അതായത് this method of accounting is compulsory for PGBP and IFOS. IFOS means income from other sources. So method of accounting accrual ആവാം, cash basis ആവാം. ഇത് ഇൻകം ടാക്സ് ഒരു പരാതിയില്ല, നിങ്ങൾ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്തോളൂ. ഇറ്റ് ഇസ് ചോയ്സ് ഓഫ് SSE. ബട്ട് വാട്ട് എവർ യു സെലക്ട് മസ്റ്റ് ബി കൺസിസ്റ്റന്റ്ലി ഫോളോഡ്. ഇത്ര മാത്രമേ ഇൻകം ടാക്സ് നിങ്ങളുടെ മുകളിൽ എന്ത് ചെയ്യുന്നുള്ളൂ? റെസ്ട്രിക്ഷൻ വെക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 145(1)ലാണ്. അപ്പൊ സെക്ഷൻ 145(1) എന്ന് പറയുന്നത് പ്രോഫിറ്റ്സ് കിട്ടുന്നത് അക്കൗണ്ട്സ് ബേസിസിലാണ്. അപ്പൊ ഇത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഏത് വേണമെങ്കിലാവാം, അക്രൂവൽ ആവാം ഓർ ക്യാഷ് ബേസിസ് ആവാം. അവിടെ ഇൻകം ടാക്സ് ഒരു തരത്തിലുള്ളതും നിങ്ങളെ ഫോഴ്സ് ചെയ്തില്ല. പക്ഷേ നിങ്ങൾ ഏത് മെത്തേഡ് ആണോ ചൂസ് ചെയ്യുന്നത് ആ മെത്തേഡ് കൺസിസ്റ്റന്റ്ലി ഫോളോ ചെയ്യണമെന്ന് മാത്രമാണ് സെക്ഷൻ 145(1)ല് ഇൻകം ടാക്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 145(2) എന്താ പറയുന്നത്? ഈ അക്രൂവൽ ഓർ മെർക്കന്റൈൽ നിങ്ങൾ സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ICDS ഫോളോ ചെയ്യേണ്ടി വരും. ഇതെന്താണ്? ഇൻകം ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, ഇൻകം ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് ഇത് ഇൻകം ടാക്സിന്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. ലൈക്ക് അക്കൗണ്ട്സിന്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ ഇൻകം ടാക്സിനും 10 ഇതുവരെ 10 റിലീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 10 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഇത് ഫോളോ ചെയ്യണം. അത് നിങ്ങളുടെ സിലബസിൽ അത്രയും റെലവെന്റ് അല്ല. ICDS നിങ്ങൾക്ക് ഫൈനൽ ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. അക്രൂവൽ ആണെങ്കിലും അല്ലെങ്കിൽ ക്യാഷ് ബേസിസിലാണെങ്കിലും ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ചോയ്സ് ഓഫ് SSE ആണ്. പക്ഷേ എന്ത് ചെയ്യേണ്ടെങ്കിലും കൺസിസ്റ്റന്റ്ലി ഫോളോ ആയിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത്? അപ്പോൾ ജനറലി ഞാനൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. ക്യാഷ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ ആണ് ഉണ്ടാക്കുക. ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് നമ്മൾ ക്യാഷ് ബേസിസിൽ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ മെർക്കന്റൈൽ ഓർ അക്രൂവൽ ബേസിസിലാണെങ്കിൽ നമ്മൾ P&L അക്കൗണ്ട് ആണ് ഉണ്ടാക്കുക. ജനറലി 99% നിങ്ങളുടെ എക്സാമിൽ വരാൻ ചാൻസസ് ഏതാണ്? എല്ലാവരും ഫോളോ ചെയ്യുന്നത് ബുക്സ് ഏതാണ്? മെർക്കന്റൈൽ ബേസിസ് ആണ്. അപ്പം മെർക്കന്റൈൽ ബേസിസിൽ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്താ? 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, ജനറലി ഞാൻ പറയാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് നിങ്ങളുടെ എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ, നിങ്ങളുടെ എക്സാമിൽ ക്വസ്റ്റ്യൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് വന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഊഹം വെക്കാം കി SSE ഈസ് ഫോളോയിങ് ക്യാഷ് മെത്തേഡ്. അപ്പോൾ ക്യാഷ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ പോയിട്ട് ബിസിനസ് ഓർ പ്രൊഫഷൻ റിലേറ്റഡ് ഇൻകം എടുക്കും.
അതിൽ നിന്ന് ബിസിനസ് ഓർ പ്രൊഫഷന്റെ എക്സ്പെൻസസ് മൈനസ് ചെയ്യാം. നിങ്ങൾക്ക് PGBP ഇൻകം കിട്ടി. എന്താ ഞാൻ പറഞ്ഞത്? ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഡയറക്ട്ലി ഇൻകത്തിൽ പോയിട്ട് ബിസിനസ് ഓർ പ്രൊഫഷൻ റിലേറ്റഡ് ഇൻകം എടുക്കാം. എക്സ്പെൻസ് സൈഡിൽ പോയിട്ട് ബിസിനസ് ഓർ പ്രൊഫഷൻ റിലേറ്റഡ് എക്സ്പെൻസ് മൈനസ് ചെയ്യാം. ആൻസർ എന്ത് കിട്ടുന്നു? അതാണ് നിങ്ങളുടെ PGBP ഇൻകം. പക്ഷേ ജനറലി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും, അതായത് P&L അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ രണ്ട് തരത്തിൽ വരാം. സ്റ്റേറ്റ്മെന്റ് വൈസും വരാം, അല്ല നിങ്ങൾക്ക് അക്കൗണ്ട് വൈസും വരാം. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ നെറ്റ് പ്രോഫിറ്റ് എടുക്കാം. ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആഡ്ലെസ് ചെയ്യാനുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അക്കൗണ്ട്സിന്റെ കൂടെ ടാക്സ് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. ടാക്സ് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? സെക്ഷൻ 28 മുതൽ സെക്ഷൻ 44 DB വരെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ടാക്സ് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ്സ് കിട്ടും. ഓക്കെ, ഇന്റർ ലെവലിലാണ് ഞാൻ പറയുന്നത്, ഞാൻ ഫൈനൽ ലെവലിൽ കടക്കുന്നില്ല. അപ്പൊ 28 to 44 DB വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഫോർമാറ്റ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് PGBP, P&L ഉണ്ടാവും. P&L നെറ്റ് പ്രോഫിറ്റ് നോക്കുക. ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സോ ഫോർമാറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട്. അപ്പൊ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ ആദ്യം എടുത്ത് എഴുതാം. ഓക്കെ, ഇനി add expenses debited to P&L account but not allowed as deduction. Simply പറഞ്ഞാൽ expenses disallowed. Expenses disallowed എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ P&L ഡെബിറ്റിൽ അത് എഴുതി, പക്ഷെ ഇൻകം ടാക്സ് അത് അലൗ ചെയ്യുന്നതല്ല. നിങ്ങൾ P&L ഡെബിറ്റിൽ അത് എഴുതി, ഓക്കെ, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെ ഇൻകം ടാക്സ് അലൗ ചെയ്യില്ല. അതിനെയാണ് എക്സ്പെൻസസ് ഡിസലൗഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ ഒരു ഇൻകമും എക്സ്പെൻഡിച്ചറും എടുക്കാം. ഓക്കെ, നിങ്ങൾ P&L ക്രെഡിറ്റ് സൈഡിലെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ നിങ്ങൾ P&L ക്രെഡിറ്റ് സൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നേടി. ഓക്കെ, അതിന്റെ അഗെയിൻസ്റ്റ് P&L ഡെബിറ്റിൽ നിങ്ങൾ എഴുതി മുനിസിപ്പൽ ടാക്സസ് ഫോർ ദാറ്റ് ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നിങ്ങൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി, ദോ ഇറ്റ് ഈസ് ആൻ ഇൻകം ആസ് പെർ അക്കൗണ്ട്സ്. പക്ഷെ ഇൻകം ടാക്സ് പറയുന്നത് അത് നിങ്ങളുടെ PGBP-ലല്ല വരുന്നത്, അതിന്റെ വേറെ ഹെഡ് ഉണ്ട്. ഏതാണ് ആ ഹെഡ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സോ ആ ഇൻകം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആണ്. സോ നമുക്ക് അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് ഹൗസ് പ്രോപ്പർട്ടിനകത്താണ് ഇടുന്നത്. ഓക്കെ, സോ ഇൻകത്തിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തുണ്ടാവും? പ്രോഫിറ്റ് കുറയും. ഓക്കെ, പ്രോഫിറ്റ് നമ്മുടെ കുറയും. അപ്പൊ പ്രോഫിറ്റ് കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇൻകം ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട് ബട്ട് ചാർജ് ഇൻ അതർ സോഴ്സസ് ഓർ എക്സെപ്റ്റ്. ഓക്കെ, ഈ സോഴ്സിലല്ല, മറ്റൊരു സോഴ്സിലെ ഇൻകം ആണ്. ഓക്കെ, മേ ബി അത് ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സോ അത് PGBP ഇൻകത്തിലെ സാധനമല്ല, അത് വേറെ എവിടെയോ കൊടുക്കേണ്ട സാധനം. അപ്പൊ നമ്മൾ അതിനെ എടുക്കുന്നു. ഇൻകം എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കുറയും. അതാണ് നമ്മളിവിടെ ലെസ്സൺ ചെയ്തത്. ഓക്കെ, ഇനി ആ വീടിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് ഞാൻ പേ ചെയ്തു. ആ വീടിന്റെ ഇൻകം PGBP-ൽ വരില്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് എക്സ്പെൻസും PGBP-ൽ വരില്ല. സോ അതിനെ നിങ്ങൾ P&L ഡെബിറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അത് അനുവദിച്ചു തരില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിനെ ഡിസലൗ ചെയ്യണം. ഡിസലൗ എന്ന് പറയുമ്പോൾ അതിനെ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളുടെ എക്സ്പെൻസ് ഒഴിവായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടും എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ആഡ് നിങ്ങൾ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ടു P&L ബട്ട് ടാക്സബിൾ. ഇൻകം ടാക്സബിൾ ആണ്, പക്ഷെ ഇതിന് P&L ക്രെഡിറ്റിൽ എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ അതിനെ ഇൻകത്തിന് റെക്കോർഡ് ചെയ്യണം. ഇൻകത്തിന് റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എന്തോ കൂടും. അപ്പൊ നമ്മൾ അതിനെ ആഡ് ചെയ്യും. ഓക്കെ, ഇനി എക്സ്പെൻസസ് നോട്ട് ഡെബിറ്റഡ് ടു P&L ബട്ട് അലൗഡ്. ഓക്കെ, ഞാൻ സപ്പോസ് വിചാരിക്കും ഞാനൊരു ബിസിനസ് ചെയ്യുന്ന സ്ഥലം റെന്റിലാണ്. അപ്പൊ എനിക്ക് റെന്റ് എനിക്ക് അലൗഡ് ആണ്. എനിക്ക് റെന്റ് എന്റെ P&L ഡെബിറ്റിൽ എഴുതാം. ഞാൻ ആ റെന്റ് എഴുതിയില്ല. ഓക്കെ, അപ്പൊ എന്റെ പ്രോഫിറ്റ് എന്തായിരിക്കുന്നു? കൂടിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ആ റെന്റ് എനിക്ക് അലൗഡ് ആണ്. അപ്പൊ ഞാൻ P&L ഡെബിറ്റ് അതിനിടണം. P&L ഡെബിറ്റിൽ ഇടുമ്പോൾ എന്റെ പ്രോഫിറ്റ് കുറയും. എന്റെ പ്രോഫിറ്റ് കുറയുന്നത് പറയുമ്പോൾ ലെസ് ആയി. ഓക്കെ, സോ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L. എക്സ്പെൻസസ് ഡിസലൗഡ് ആണെങ്കിൽ ആഡ് ബാക്ക്. ഓക്കെ, ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ടു P&L ബട്ട് ടാക്സബിൾ ആണെങ്കിലും ആഡ് ബാക്ക്. എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്തിട്ടില്ല പക്ഷെ അലൗഡ് ആണ്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യൂ. ഡെബിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് എന്താവും? കുറയും.
ഓക്കെ, ഇൻകം ക്രെഡിറ്റഡ് ടു P&L ബട്ട് ചാർജ് ഇൻ അതർ സോഴ്സസ്. ഞാൻ P&L ക്രെഡിറ്റിൽ ഇൻകം ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അവിടെ കിടക്കേണ്ട ഇൻകം അല്ല. അപ്പൊ അതിനെടുത്ത് മാറ്റണം. അതിനെടുത്ത് മാറ്റുമ്പോൾ എന്റെ പ്രോഫിറ്റ് കുറയും, ലെസ്. അപ്പൊ ഇത് സിംപ്ലി ഞാൻ പറയാം. ഓക്കെ, സിംപ്ലി ഞാൻ പറയാം. നിങ്ങളുടെ P&L കാണാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ P&L ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ P&L നോക്കുക. ആദ്യം എക്സ്പെൻസ് സൈഡിൽ നോക്കാം. ഓക്കെ, എക്സ്പെൻസ് സൈഡിൽ നോക്കിയതിന് ശേഷം ഏത് എക്സ്പെൻസ് ആണോ ബിസിനസ്സിന് അല്ല എന്നാലും P&L ഡെബിറ്റ് സൈഡിലുണ്ട്, അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് P&L ഡെബിറ്റ് സൈഡ് നോക്കുക, എക്സ്പെൻസസ് നോക്കുക. നിങ്ങളൊരു എക്സ്പെൻസ് കണ്ടു, അത് ബിസിനസിന്റെ അല്ല, എന്നാൽ കൂടിയിട്ടും P&L ഡെബിറ്റിൽ ഉണ്ടെങ്കിൽ അതിനെ ആഡ് ബാക്ക് ചെയ്യാം. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡ് ഇൻകം നോക്കുക. ഇൻകം സൈഡിൽ, അതായത് ക്രെഡിറ്റ് സൈഡിൽ നോക്കുക. ക്രെഡിറ്റ് സൈഡിൽ ബിസിനസ് ഇൻകം ആണോ നോക്കുക. ബിസിനസ് ഇൻകം അല്ലേ, അവിടെ നിന്ന് എടുത്ത് മാറ്റും. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ എക്സ്പെൻസ് ബിസിനസിന്റെ അല്ല, പക്ഷെ P&L ഡെബിറ്റിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെ ആഡ് ബാക്ക് ചെയ്യണം. ഇൻകം ബിസിനസിന്റെ അല്ല എന്നാലും അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റണം. എടുത്തു മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് കുറയും, ലെസ്സും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഇത് മെയിൻലി പ്രോബ്ലം എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ പ്രൊവിഷൻ എല്ലാം പഠിക്കും, പക്ഷെ പ്രാക്ടിക്കലി സംഭവം ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടില്ല. സോ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട്, ആഡ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട് ബട്ട് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ, ആഡ് ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട് ബട്ട് ടാക്സബിൾ, ലെസ് എക്സ്പെൻസസ് നോട്ട് ഡെബിറ്റഡ് ആൻഡ് ലെസ് ഇൻകം ക്രെഡിറ്റഡ് ടു P&L ബട്ട് ചാർജ് ഇൻ അതർ സോഴ്സസ്. വേറെ ഇത് സോഴ്സസിലാണോ? ഇവിടെ അതർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ അതർ സോഴ്സസിന്റെ ഹെഡ് അല്ല പറയുന്നത്. സാലറി ഇൻകം ആവാം, HP ഇൻകം ആവാം, ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ആവാം, അല്ല നമ്മുടെ അതർ സോഴ്സസ് ഇൻകമും ആവാം. അപ്പൊ മറ്റൊരു ഹെഡിൽ ഇൻകം നമ്മുടെ P&L ക്രെഡിറ്റിൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് PGBP ഇൻകം കിട്ടില്ല. അപ്പൊ നമുക്ക് അതിനെ എടുത്തു മാറ്റണം. എടുത്തു മാറ്റണം എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് കുറയും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഫോർമാറ്റ്. ഇനി നമുക്ക് സെക്ഷൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി നമുക്ക് ചാർജിങ് സെക്ഷൻ 28, ആദ്യത്തെ നമ്മുടെ സെക്ഷൻ ആണ് ചാർജിങ് സെക്ഷൻ 28. ഇവിടെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് അതിനെ മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. സി ദിസ് ഇസ് എ ക്രാഷ് കോഴ്സ് ബാച്ച്. ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും പോകും, പിന്നെ കുറച്ച് ഫാസ്റ്റും ആവണം. കാരണം ഓൾറെഡി ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ബോർഡമായിട്ട് തോന്നും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് 1.25 സ്പീഡിൽ കാണുകയും ചെയ്യും. ബട്ട് ഇത് ആദ്യമായിട്ട് പഠിക്കുകയാണ് ആൾക്കാർ, അല്ലെങ്കിൽ അധികം ഇതിനെക്കുറിച്ച് അറിവില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ അവിടെ കുറച്ച് സ്ലോ ഡൗൺ ആവും. അപ്പൊ സംസിന്റെ സമയത്ത് കുറെ ആൾക്കാർക്ക് പ്രോബ്ലം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സമ്മിന്റെ സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്, സോ ദാറ്റ് നമ്മൾ മെയിൻ സം ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല. സോ സെക്ഷൻ 28 ചാർജിങ് സെക്ഷൻ. എല്ലാ ഹെഡ്സിലും ഒരു ചാർജിങ് സെക്ഷൻ കാണും. ഈ ചാർജിങ് സെക്ഷൻ എന്താ പറയുന്നത്? നിങ്ങളുടെ കണ്ടീഷൻസ്, നിങ്ങൾ ഈ ചാർജിങ് സെക്ഷൻ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിനനുസരിച്ച് നിങ്ങളുടെ ഇൻകം ആണെങ്കിൽ ആ ഇൻകം നിങ്ങളുടെ ടാക്സബിൾ ആണ്. അഗെയിൻ ദിസ് ഇസ് നോട്ട് ആൻ എക്സോസ്റ്റീവ് ഡെഫിനിഷൻ, ഇതൊരു ലിസ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഇതിൽ അപ്പുറം എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിലും അതും ടാക്സബിൾ ആക്കാം. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ഇന്റർ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നോട്ട്സിലുണ്ടാവും. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. സെക്ഷൻ 28, പ്രോഫിറ്റ്സ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ carried on by SSE during the previous year at any time. Okay, so profit and gains SSE ke from business or profession in the kittana at any time during the previous year. Not a big deal. നമ്മൾ ഇത്ര നേരം അത് പറഞ്ഞിരുന്നത് തന്നെയാണ്. Profit or gain from business or profession to whom SSE ke when at any time during the previous year. അതായത് നിങ്ങൾക്ക് 3 months 6 months 7 months അതാണ് ഞാൻ പറഞ്ഞത്. റെഗുലർ ആയാലും ഇറെഗുലർ ആയാലും PGBP ടാക്സബിൾ ആകും. ഓക്കെ, സെക്കൻഡ് വൺ, എമൗണ്ട് റിസീവ്ഡ് ഫ്രം കീമാൻ ഇൻഷുറൻസ് പോളിസി. ഇത് നിങ്ങൾ 3 ചാപ്റ്ററിൽ കീമാൻ ഇൻഷുറൻസ് പോളിസിയുടെ ടോപ്പിക്ക് കേൾക്കും. ഒന്ന് PGBP, രണ്ടാമത്തേത് സാലറീസ്, ആൻഡ് തേർഡ് വൺ ഇസ് നിങ്ങളുടെ ഇൻകം ഫ്രം അതർ സോഴ്സസ്. നൗ ലിസൺ, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ കീമാൻ ഇൻഷുറൻസ് പോളിസി ചേരും. എംപ്ലോയിക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ കീമാൻ ഇൻഷുറൻസ് പോളിസി ചേരും. ഓക്കെ, ഇനിയിപ്പോൾ കീമാൻ ഇൻഷുറൻസ് പോളിസിയിൽ, അതായത് അതിന്റെ മെച്ചോറിറ്റി ആവുമ്പോൾ ആ ഇൻഷുറൻസ് കമ്പനി എംപ്ലോയറിനാണ് പൈസ തരുന്നെങ്കിൽ അത് ബിസിനസ് ആക്ടിവിറ്റിയാണ്. അപ്പൊ ബിസിനസ് പ്രൊഫഷനിൽ അത് ടാക്സബിൾ ആവും. ഓക്കെ, ഞാൻ പിന്നെ പറയാം. ഞാൻ എംപ്ലോയി ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഞാൻ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കീമാൻ ഇൻഷുറൻസ് എടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ ആ കീമാൻ ഇൻഷുറൻസിൽ നിന്ന് മെച്ചൂരിറ്റി ടൈമിൽ പൈസ എനിക്കാണ് കിട്ടണമെങ്കിൽ അപ്പൊ എംപ്ലോയറുടെ കയ്യിൽ PGBP യിൽ അത് ടാക്സബിൾ ആവും സെക്ഷൻ 28 പ്രകാരം. ഇനി എംപ്ലോയിയുടെ കയ്യിലാണ് അത് കിട്ടുന്നതെങ്കിൽ
സാലറീസിൽ അതായത് സെക്ഷൻ 17(3) അതെന്താവും ടാക്സബിൾ ആവും. ഇനി എംപ്ലോയറിന്റെ കയ്യിൽ നിന്നല്ല കിട്ടിയത്, എംപ്ലോയിയുടെ കയ്യിൽ നിന്നുമല്ല, എംപ്ലോയിക്കും അല്ല കിട്ടിയത്, അതർ ആണ് കിട്ടിയെങ്കിൽ, അതായത് എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ഡയറക്ട്ലി ഇഫോസ് ആണെങ്കിൽ ഇഫോസിൽ കിട്ടും. അതിനാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് റിസീവ് ബൈ എംപ്ലോയർ, എംപ്ലോയറിനാണ് കിട്ടുന്നെങ്കിൽ PGBP. ഓക്കെ, എംപ്ലോയിക്കാണ് കിട്ടുന്നെങ്കിൽ സാലറി. കാരണം ഒബ്വിയസ്ലി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട്. എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി എടുത്തത്. അപ്പൊ എംപ്ലോയിക്ക് കിട്ടുമ്പോൾ അത് എംപ്ലോയിയുടെ കയ്യിൽ ടാക്സബിൾ ആവും, സാലറിയുടെ ഹെഡിൽ. ഓക്കെ, ഇഫ് റിസീവ് ബൈ അതർ പേഴ്സൺ, എംപ്ലോയിക്കും അല്ല കിട്ടിയത്, എംപ്ലോയറിനും അല്ല കിട്ടിയത്, അതർ പേഴ്സൺ ആണ് കിട്ടിയതെങ്കിൽ അത് ഇഫോഎസിൽ, അതായത് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ അത് ടാക്സബിൾ ആവും, സെക്ഷൻ 56(2). ഓക്കെ, ഇവിടെ ഈ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് സം അഷ്വർഡ് ആൻഡ് ബോണസ് എഫ് എനി. അതായത് അഷ്വർഡ് സമ്മും ബോണസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആര് കൊടുക്കാണ്? ഫേമിന്റെ കയ്യിൽ നിന്ന് പാർട്ട്ണറിന് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, ബോണസ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ ആസ് എ പാർട്ട്ണർ കിട്ടുകയാണെങ്കിൽ. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട് ഓണർ. ഓക്കെ, അപ്പോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുകയാണ് 12% വരെ it is not taxable. Beyond that it is taxable. So interest on capital, salary കിട്ടാണ്, ബോണസ് കിട്ടാണ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ ആസ് എ പാർട്ട്ണർ കിട്ടുകയാണെങ്കിൽ അത് പാർട്ട്ണറിന്റെ കയ്യിൽ എന്തായി കാണപ്പെടും? ടാക്സബിൾ ആയിട്ട് കണക്കാക്കും. ഓക്കെ, സോ ഷെയർ ഓഫ് പ്രോഫിറ്റ് എക്സെംപ്റ്റ് ഫോർ പാർട്ട്ണർ അണ്ടർ സെക്ഷൻ 10(2)(a). കാരണം എന്താണ്? ഫേമിന്റെ കയ്യിൽ അത് ടാക്സബിൾ ആണ്, അതുകൊണ്ട് പാർട്ട്ണറിന്റെ കയ്യിൽ അത് എന്താണ്? എക്സെംപ്റ്റ് ആണ്, സെക്ഷൻ 10(2)(a. ഷെയർ ഓഫ് പ്രോഫിറ്റ്, കാരണം പ്രോഫിറ്റ് ആരുടെയാ? ഫേമിന്റെ പ്രോഫിറ്റ് ആണ്. ആ ഫേമിന്റെ പ്രോഫിറ്റിൽ നിന്ന് പാർട്ട്ണർക്ക് ഷെയർ പോകുമ്പോൾ ഫേം ഓൾറെഡി അതിന് മുകളിൽ ടാക്സ് അടയ്ക്കുമല്ലോ. സോ ഇറ്റ് ഇസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഫേം. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് ഇത് ടാക്സബിൾ ആവുന്നത് പാർട്ട്ണറിന്റെ കയ്യിൽ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇതൊരു ലോണോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിന് മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടുകയല്ല ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, എന്റെ പണത്തിന് മുകളിൽ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാർട്ട്ണർ. സാലറി, there is no employer relationship. Partner, you are working as a partner, you are as a part owner. നിങ്ങൾ വർക്ക് ചെയ്യാണ്, കുറെ പാർട്ട്നേഴ്സും കൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സിന് കിട്ടുന്ന സാലറി, ബോണസ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ ആസ് എ പാർട്ട്ണർ ടാക്സബിൾ ഫോർ ആർക്കാണ്? പാർട്ട്ണറിന് ടാക്സബിൾ ആണ്. ബട്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആർക്ക് ടാക്സബിൾ ആണ്? ഫേമിന് ടാക്സബിൾ ആണ് ആസ് പെർ സെക്ഷൻ 28. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവും, ജസ്റ്റ് give a bird's eye view. Export incentives നെ സെയിൽ ചെയ്യാണ്. എക്സ്പോർട്ട് ഇൻസെന്റീവ്സ് നമുക്ക് കിട്ടും. ഫസ്റ്റ് വൺ ഇസ് ഡ്യൂട്ടി ഫ്രീ റെപ്ലനിഷ്മെന്റ് സർട്ടിഫിക്കറ്റ്. ഇറ്റ് ഇസ് ഡ്യൂട്ടി ഫ്രീ റെപ്ലനിഷ്മെന്റ് സർട്ടിഫിക്കറ്റ്. ഇതിന്റെ പഴയ പേരായിരുന്നു ഡ്യൂട്ടി എൻടൈറ്റിൽമെന്റ് പാസ്പോർട്ട്. ഓക്കെ, ഡ്യൂട്ടി എൻടൈറ്റിൽമെന്റ് പാസ്ബുക്ക് ആയിരുന്നു ഓൾഡ് പേര്. പഴയ പേര് അതിനെ റീപ്ലേസ് ചെയ്തതാണ് ഡ്യൂട്ടി ഫ്രീ റെപ്ലനിഷ്മെന്റ് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം എക്സ്പോർട്ട് ഇൻസെന്റീവ്സ്. ഇതിന്റെ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു എക്സ്പോർട്ട് എന്റെ പെർട്ടിക്കുലർ, സപ്പോസ് ഞാൻ ബിസിനസ്മാനാ, സപ്പോസ് മൈ എക്സ്പോർട്ട് എക്സീഡ്സ് സർട്ടൻ ലിമിറ്റ്, എനിക്ക് ഒരു കസ്റ്റംസിൽ നിന്ന്, അതായത് പെർട്ടിക്കുലർ ടാർഗറ്റ് ഞാൻ എക്സീഡ് കഴിഞ്ഞാൽ എനിക്ക് കസ്റ്റംസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന്റെ പേരാണ് ഡ്യൂട്ടി ഫ്രീ റിപ്ലനിഷ്മെന്റ് സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് ഞാൻ യൂസ് ചെയ്താൽ ഞാൻ എൻ്റെ ഇമ്പോർട്ടിന് വേണ്ടി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പറയാം, ഞാൻ ബിസിനസ്മാൻ, ഞാൻ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്ന ആളാണ്. എൻ്റെ എക്സ്പോർട്ട്സ് ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ്, അതായത് എൻ്റെ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ എൻ്റെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി അതെനിക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി വാട്ട് ഹാവ് ടു പേ ഇസ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. സോ ഇഫ് യു ആർ എ ബിസിനസ്മാൻ യു ക്യാൻ തിങ്ക്, എന്താണ്, എനിക്ക് കസ്റ്റം ഡ്യൂട്ടി അടയ്ക്കേണ്ട ആവശ്യമില്ല. സോ ഓട്ടോമാറ്റിക്കലി എൻ്റെ എന്ത് കുറയും? പർച്ചേസ് കോസ്റ്റ്, അതായത് കോസ്റ്റ് എന്താവും? റെഡ്യൂസ് ആവും. കോസ്റ്റ് റെഡ്യൂസ് ആകുമ്പോൾ എൻ്റെ എന്താവും? പ്രോഫിറ്റ് അധികമാവും.
ഓക്കെ. സോ സപ്പോസ് വാട്ട് ഹാപ്പൻസ് ഇസ്, ഞാൻ എക്സാമ്പിൾ പറയാം. എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടി, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഒബ്വിയസ്ലി ഞാൻ എക്സ്പോർട്സിന്റെ ലിമിറ്റ് എക്സീഡ് ചെയ്തപ്പോൾ എനിക്ക് അവർ ഫ്രീ ആയിട്ട് ഈ സർട്ടിഫിക്കറ്റ് തന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നീ ഇത് കാണിച്ചാൽ നിനക്ക് കസ്റ്റം ഡ്യൂട്ടി, ബേസിക് കസ്റ്റം ഡ്യൂട്ടി വരില്ല, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി മാത്രം പേ ചെയ്താൽ മതി. ഒബ്വിയസ്ലി ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കുറയും. പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കുറയുമ്പോൾ എനിക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ബട്ട് സപ്പോസ് ഞാൻ ആ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ്, പക്ഷെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ യു ക്യാൻ ഇമ്പോർട്ട് സ്റ്റീൽ ബൈ യൂസിങ് ദിസ് സർട്ടിഫിക്കറ്റ്. പക്ഷെ ആ സ്റ്റീൽ എന്ന് പറഞ്ഞ സാധനം എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ആവശ്യമേ ഇല്ല. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദാറ്റ്? അതായത് എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഇല്ല. സപ്പോസ് മൈ ഫ്രണ്ട് ഇസ് രാഹുൽ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്, സ്റ്റീലിന്റെ ബിസിനസ്. അപ്പൊ രാഹുൽ പറഞ്ഞു, മാമിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അതായത് ആ സർട്ടിഫിക്കറ്റ് രാഹുൽ കാണിക്കുമ്പോൾ രാഹുൽ സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പേ ചെയ്യേണ്ട ആവശ്യമില്ല, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി മാത്രം പേ ചെയ്താൽ മതി. ഓക്കെ. സോ ഒബ്വിയസ്ലി രാഹുലിന് ആ വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവണം, റൈറ്റ്? സോ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് 4 ലക്ഷത്തിന് വിറ്റു. ഞാൻ ഈ സർട്ടിഫിക്കറ്റ് 4 ലക്ഷത്തിന് വിറ്റു. ആ വിറ്റ എമൗണ്ട് കോസ്റ്റ് എനിക്കൊന്നും വന്നിട്ടില്ല. സോ കോസ്റ്റ് നിൽ. ബാക്കി 4 ലക്ഷം ഇസ് കംപ്ലീറ്റ്ലി എന്താണ്? എൻ്റെ ബിസിനസ് പ്രൊഫഷൻ ഇൻകം ആണ്. സോ ഞാൻ എൻ്റെ ഡ്യൂട്ടി ഫ്രീ റിപ്ലനിഷ്മെന്റ് സർട്ടിഫിക്കറ്റ് മറ്റൊരാൾക്ക് വിറ്റു ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, obviously my profit will be taxable under the head PGBP as per section 28. Okay. Next word, cash compensatory support. Words എന്താ പറയുന്നത്? cash എന്ന് പറയുമ്പോൾ it will be monetary, given by whom? Government, in the form of cash. Compensation for reducing export price. See, നമ്മുടെ മാർക്കറ്റ് ഈസ് ലേബർ, നമ്മുടെ ഇന്ത്യ ഈസ് എ ലേബർ ഓറിയന്റഡ്. ഓക്കെ, ഈസ് ലേബർ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി കോസ്റ്റ് കൂടുമ്പോൾ നമ്മളുടെ സെയിൽ പ്രൈസും കൂടും ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ കോസ്റ്റ് കൂടുന്ന കാരണം നമ്മൾ സെയിൽ പ്രൈസും കൂട്ടുമ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിന് വിചാരിച്ച അത്രയും ഓർഡർ ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചൈന പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് എന്താണ്? കുറവാണ്. അപ്പൊ പ്രൈസ് കുറവായത് കാരണം അതിന്റെ ഡിമാൻഡ് കൂടും. ഓക്കെ, അപ്പൊ ഡിമാൻഡ് കൂടും. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് എന്താ പറയുന്നത്? നീ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ എക്സ്പോർട്ട് പ്രൈസിനെ കുറയ്ക്കും, നിനക്ക് വരുന്ന വ്യത്യാസം, ഡിഫറൻസ്, അത് ഞാൻ ഇൻ ദി ഫോം ഓഫ് ക്യാഷ് തരാം എന്ന് ഗവൺമെന്റ് പറയണം. സോ യു റെഡ്യൂസ് യുവർ എക്സ്പോർട്ട് പ്രൈസ്, ഡിഫറൻസ് നിനക്ക് വരുന്നത് ഞാൻ എന്താ ചെയ്യാം? ഗവൺമെന്റ് നിങ്ങൾക്ക് ക്യാഷിൽ തരാം. അപ്പൊ എക്സ്പോർട്ട് പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്ട്സിന് ഡിമാൻഡ് കൂടും. ബിസിനസ്മാന്റെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, കാരണം എന്താ? ഡിഫറൻസ് എമൗണ്ട് ഗവൺമെന്റ് പേ ചെയ്യുന്നുണ്ട്. ബട്ട് എനിവേസ് രണ്ടും ഞാൻ എന്ത് ചെയ്യുന്നതാണ്? P&L ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നതാണ്. P&L ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത് കാരണം എനിക്ക് ആ എമൗണ്ട് എന്റെ PGBP ഇൻകം ആയിട്ട് വരും. Though government is giving me, അത് എൻ്റെ PGBP ഇൻകം ആണ്. ഓക്കെ, സോ എക്സ്പോർട്ട് ഇൻസെന്റീവിനെ ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ PGBP ഇൻകം കിട്ടും. ഇനി കോമ്പൻസേഷൻ അറൈസിംഗ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ. ഞാൻ സപ്പോസ് ഡാമേജസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ബ്രേക്ക് ചെയ്തു, അതായത് നിങ്ങളുടെ കോൺട്രാക്ടിന്റെ ഒരു പോളിസീസോ അല്ലെങ്കിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസോ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കോമ്പൻസേഷൻ നിറയ്ക്കണം. സോ സപ്പോസ് ഞാൻ നിലിമ, ഒരാളുടെ രാഹുലായിട്ട് ബിസിനസ് കോൺട്രാക്ട് ചെയ്യണം. ബിസിനസ് കോൺട്രാക്ട് ചെയ്തപ്പോൾ രാഹുൽ ബ്രീച്ച് ചെയ്തു, അതായത് ബ്രേക്ക് ചെയ്തപ്പോൾ രാഹുൽ കോമ്പൻസേഷൻ എനിക്ക് തരണം. അപ്പൊ ആ കോമ്പൻസേഷൻ രാഹുൽ എനിക്ക് തരുന്നത് എന്റെ കയ്യിൽ എന്തായിരിക്കും? അത് ടാക്സബിൾ ആവും അണ്ടർ ആസ് പെർ സെക്ഷൻ 28. ഇനി whether this is related to business, yes, this is related to business. അപ്പൊ രാഹുലിന്റെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ രാഹുലിന് അത് അലൗഡ് ആണോ? യെസ്, ഇറ്റ് ഈസ് അലൗഡ്, ബട്ട് ആസ് പെർ സെക്ഷൻ 37(1). ഓക്കെ, മനസ്സിലായോ? സോ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാഹുൽ ബ്രീച്ച് ചെയ്തു, അപ്പൊ രാഹുൽ എനിക്ക് കോമ്പൻസേഷൻ പൈസ തന്നു, അതെന്റെ ബിസിനസ് ഇൻകം ആണ്, ചാർജബിൾ, ടാക്സബിൾ അണ്ടർ ആസ് പെർ സെക്ഷൻ 28. രാഹുലിന്റെ കയ്യിൽ നിന്ന് ആ പൈസ പോയി, ബിസിനസ്സിനാണോ? യെസ്, ബിസിനസ് ആണ്. അപ്പോൾ റിലേറ്റഡ് ആയതുകൊണ്ട് 37(1) ഡിഡക്ഷൻ, ജനറൽ ഡിഡക്ഷൻ കിട്ടും. നെക്സ്റ്റ് വൺ, എമൗണ്ട് റിസീവ്ഡ് ഫോർ നോട്ട് ഡൂയിങ് എനി ആക്ടിവിറ്റി റിലേറ്റഡ് ടു ബിസിനസ് പ്രൊഫഷൻ. ഒരു പ്രൊഫഷനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസ ഈസ് അഗെയിൻ ടാക്സബിൾ അണ്ടർ ദി ഹെഡ്
PGBP. നോട്ട് ഷെയറിംഗ് പേറ്റന്റ് ട്രേഡ്മാർക്ക് കോപ്പിറൈറ്റ്. എൻ്റെ പേറ്റന്റ് ട്രേഡ്മാർക്ക് കോപ്പിറൈറ്റ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും എനിക്ക് പൈസ തരികയാണെങ്കിൽ അതെൻ്റെ ബിസിനസ് ഇൻകം ആയിട്ട് കരുതപ്പെടും. ഓക്കെ, സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ചാർജിങ് സെഷൻ 28 ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്നത്. വൺ മോർ, ഒരെണ്ണം കൂടി ഉണ്ട് വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു സെക്കൻഡ്. Yes. Fair market value of the inventory on conversion in capital asset. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യാപിറ്റൽ അസറ്റ് ചാപ്റ്ററിനകത്ത് ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കുമ്പോൾ നമുക്ക് 2 ഹെഡ് വരും. ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കുമ്പോൾ 2 ഹെഡ് വരും. ലൈക്ക് ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ, മറ്റേതൊന്ന് PGBP. ഓക്കെ, സോ അതേപോലെ തന്നെ ഇൻവെന്ററി, അതായത് സ്റ്റോക്ക് ഇൻ ട്രേഡിനെ ക്യാപിറ്റൽ അസറ്റ് ആക്കിയിട്ട് സ്റ്റോക്ക് ഇൻ ട്രേഡിനെ ക്യാപിറ്റൽ അസറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗെയിൻസും, അതായത് FMV അത് നമ്മുടെ എന്താണ് PGBP ഹെഡ് ആസ് പെർ സെക്ഷൻ 28 എന്താണ് ടാക്സബിൾ ആണ്. ഓക്കെ, സോ സ്റ്റോക്ക് ഇൻ ട്രേഡിനെ ക്യാപിറ്റൽ അസറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന FMV എമൗണ്ട് എന്താണ് നമ്മുടെ PGBP ഹെഡിൽ നമുക്ക് ടാക്സബിൾ ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലിസ്റ്റ് ഓഫ് സെക്ഷൻ 28. ഇനി നമുക്ക് അടുത്തത് കിടക്കാം എക്സ്പെൻസസ് അലൗഡ്. Okay, so first we will discuss expenses allowed as deduction. Expenses allowed as a deduction. ഇത് കവർ ചെയ്തിരിക്കുന്നത് ഏത് സെക്ഷൻ മുതൽ ഏത് സെക്ഷൻ വരെയാണ്? പെട്ടെന്ന് പറയാം. സെക്ഷൻ 30 to section 37(1). സെക്ഷൻ 30 to section 37(1) ഈസ് എക്സ്പെൻസസ് അലൗഡ്. എക്സ്പെൻസസ് അലൗഡ് എന്ന് പറയുമ്പോൾ ഈ സെക്ഷൻ 30 to section 37(1) വരെയുള്ളത് എല്ലാം, അതായത് എല്ലാ സെക്ഷൻസും നോക്കുക. ഇതെങ്ങാനും നിങ്ങളുടെ P&L ഡെബിറ്റിൽ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. പക്ഷെ എങ്ങാനും P&L ഡെബിറ്റിൽ ഇല്ലെങ്കിൽ യു വിൽ ഹാവ് ടു സബ്ട്രാക്ട് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട്. ഞാൻ പിന്നെ പറയാം. സെക്ഷൻ 30 to 37(1) ഈസ് എക്സ്പെൻസസ് അലൗഡ്. എക്സ്പെൻസസ് അലൗഡ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് സമ്മതിച്ചിരിക്കുന്ന എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഈ എക്സ്പെൻസസ് നിങ്ങളുടെ P&L ഡെബിറ്റിൽ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. പക്ഷെ P&L ഡെബിറ്റിൽ ഇല്ലെങ്കിൽ അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് തന്നിരിക്കുക, നിങ്ങൾക്ക് അതിനെ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഏതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും? നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ടിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. P&L ഡെബിറ്റിലുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇല്ലെങ്കിൽ മൈനസ് ചെയ്യും. ദാറ്റ് ഈസ് സെക്ഷൻ 30 to 37(1). എക്സ്പെൻസസ് അലൗഡ്. എക്സ്പെൻസസ് അലൗഡ്. ഫസ്റ്റ് വൺ, സെക്ഷൻ 30. Rent, rates, taxes, repairs and insurance of building. എന്തിനാണ് പറയുന്നത്? 3 RTI. 3 RTI 3 ആറുണ്ട്. Rent, rates, repairs. Rent, rates, repairs, taxes and insurance of building. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ബിൽഡിംഗ്. എന്തിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് അറിയോ? സെക്ഷൻ 31 പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ ആണ്. ഓക്കെ, സോ ബിൽഡിംഗ്, rent, rate, taxes, repairs and insurance of building. ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓണർ ടെനന്റ് രണ്ടുപേരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ സംസാരിക്കാം. ഓണറുടെ കേസിൽ റെന്റ് വരുമോ? ഇല്ല. ബിൽഡിംഗ് എന്റെയാണ്, ഞാൻ എനിക്ക് തന്നെ റെന്റ് കൊടുക്കും. ഒബ്വിയസ്ലി കൊടുക്കില്ല. പക്ഷെ നിങ്ങൾ അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്താണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താ പറയുന്നത്? സപ്പോസ് ഞാൻ മിസ്റ്റർ എ, ഞാൻ നിലിമ. ഓക്കെ, നിലിമയുടെ സ്വന്തമായിട്ടുള്ള ബിസിനസ് ഉണ്ട്. ഞാൻ മിസ്സസ് എന്നിന്റെ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്. പ്രൊപ്രൈറ്ററി ആണ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. അക്കൗണ്ട്സ് അനുസരിച്ച് എന്താണ്? എൻ വേറെ, എന്നിന്റെ എന്റർപ്രൈസ് അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന വേറെയാണ്. പക്ഷെ ഇൻകം ടാക്സ് പറയണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ കണ്ണിൽ രണ്ടുപേരും ഒന്നാണ്. ഓക്കെ, സോ അക്കൗണ്ട്സിൽ എൻ വേറെ, എന്നിന്റെ സോൾ പ്രൊപ്രൈറ്റർ ബിസിനസ് വേറെ. അപ്പോ അവിടെ എന്നിന്റെ സോൾ പ്രൊപ്രൈറ്റർ ബിസിനസിന് റെന്റ് കൊടുക്കാം സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച്. പക്ഷെ ഇൻകം ടാക്സ് പറയുന്നത് ഇല്ല. ഞാൻ എൻ്റെ ബിസിനസ്സിന് തന്നെ റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നോഷണൽ റെന്റ് എന്നാണ് പറയാം. ഓക്കെ, സോ നോഷണൽ റെന്റ് ഈസ് നോട്ട് അലൗഡ്. മനസ്സിലായോ? സോ ഓണറിന് തന്നെ റെന്റ് കൊടുക്കാൻ പറ്റില്ല. അതിനാണ് നോഷണൽ റെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് അലൗഡ്. ബട്ട് ടെനന്റ് റെന്റ് പേ ചെയ്യുകയാണെങ്കിൽ അലൗഡ് ആണോ? യെസ്, അലൗഡ് ആണ്. സോ ടെനന്റ് ആണ്, റെന്റ് പേ ചെയ്തിട്ടുണ്ട്, P&L ഡെബിറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അലൗഡ്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, മൂവ് ഫോർവേഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, റിപ്പയർസ്.
കറണ്ട് റിപ്പയർസ് എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ റിപ്പയർസ്. അതായത് ക്യാപിറ്റൽ റിപ്പയർസ് ആണെങ്കിൽ ബിൽഡിങ്ങിന്റെ കോസ്റ്റിൽ അത് ആഡ് ചെയ്യും. ഓക്കെ, ക്യാപിറ്റൽ റിപ്പയർസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് റവന്യൂ ആണ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് അലൗഡ് ആണ്. ഓക്കെ, ബട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ കോസ്റ്റിൽ അത് ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓണർ, ഞാൻ എൻ്റെ ബിൽഡിങ്ങിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തി. അപ്പൊ ബിൽഡിംഗ് എന്റെയാണ്, എൻ്റെ ബിൽഡിങ്ങിന്റെ കോസ്റ്റിൽ ആഡ് ആവും. ഓക്കെ, ടെനന്റ് താമസിക്കുന്ന സ്ഥലത്ത് ടെനന്റ് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യാമോ? യെസ്, ഒബ്വിയസ്ലി ചെയ്യാം, ഓഫ് കോഴ്സ് ചെയ്യാം. അപ്പോ ടെനന്റ് റിപ്പയർസ്, ക്യാപിറ്റൽ റിപ്പയർ ചെയ്തു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡീംഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഡീംഡ് ബിൽഡിംഗ് ടെനന്റിന് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഓണർ, ഇത് ടെനന്റ്. ഞാൻ ക്യാപിറ്റൽ റിപ്പയർ ചെയ്താൽ എൻ്റെ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ആഡ് ആവും. ഞാൻ റവന്യൂ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ P&L ഡെബിറ്റിലിടാം, ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി ടെനന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുക ഡീംഡ് ബിൽഡിംഗ് കോൺസെപ്റ്റ്. ടെനന്റ് റവന്യൂ റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അഗൈൻ P&L ഡെബിറ്റിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, rates. Local rates, municipal tax. Always remember local rates and municipal tax. ഇതിനെ allow ചെയ്യും പ്രൊവൈഡഡ് നിങ്ങൾ സെക്ഷൻ 43B കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ. സെക്ഷൻ 43B എന്താ പറയുന്നത്? ആക്ച്വലി പേയ്മെന്റ് നടത്തിയിരിക്കണം. എന്തിനു മുന്നേ? പ്രീവിയസ് ഇയറിന്റെ ഡ്യൂ ഡേറ്റിന് മുന്നേ, റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിട്ട് എങ്ങാനും നിങ്ങൾ ആക്ച്വലി ടാക്സസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ ടാക്സസ് എന്നാണ് വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ടാക്സസ് മീൻസ് ഓൾ ടൈപ്പ് ഓഫ് ടാക്സസ്. സോ നിങ്ങൾ എങ്ങാനും റിട്ടേൺ ഫയലിന് മുന്നേ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് P&L ഡെബിറ്റിൽ എഴുതിയിട്ട് അവർ അലൗ ചെയ്യുള്ളൂ. സപ്പോസ് നിങ്ങൾ 43B പ്രകാരം റിട്ടേൺ ഫയലിന് മുന്നേ ആയിട്ട് ടാക്സ് പേ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സ് അസസിംഗ് ഓഫീസർ അതിനെന്ത് ചെയ്യും? ഡിസലൗ ചെയ്യും. ഓക്കെ, ഇനി ഇൻഷുറൻസ് പ്രീമിയം. ഓണർ ഇൻഷുറൻസ് പ്രീമിയം നിറച്ചിട്ടുണ്ടെങ്കിൽ ഓണറിന്റെ P&L ഡെബിറ്റിൽ എഴുതാൻ പറ്റും. ടെനന്റും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ P&L ഡെബിറ്റിൽ എഴുതാൻ പറ്റും. സോ റെന്റ്, റേറ്റ്സ്, ടാക്സസ്, റിപ്പയർസ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ ടാക്സസ് ഒഴികെ ബാക്കിയെല്ലാം ഓക്കെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് P&L ഡെബിറ്റിൽ എഴുതി കഴിഞ്ഞാൽ അക്രൂവൽ ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അലൗഡ് ആണ്. പക്ഷെ ടാക്സസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൺ പെയ്ഡ് ബേസിസ്. അതായത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പേ ചെയ്താൽ മാത്രമേ അലൗ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലൗ ചെയ്ത് കിട്ടില്ല. നെക്സ്റ്റ് വൺ, സെക്ഷൻ 31 റിപ്പയർസ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ. ഇവിടെ എന്തിനാ പറയുന്നത്? പ്ലാന്റ് ആൻഡ് ഫർണിച്ചറിന്റെ റിപ്പയർസ് ആൻഡ് ഇൻഷുറൻസ് ആണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പയർസ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് മെഷീനറി, പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ. ഓക്കെ, ഞാനാരാ? ഓണർ, ടെനന്റ് ഉണ്ട്. ഓക്കെ, കറന്റ് റിപ്പയർസ് ആണെങ്കിൽ അലൗഡ്. കറന്റ് റിപ്പയർസ് ആണെങ്കിൽ രണ്ടു പേർക്കും എന്താണ്? കറന്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ റിപ്പയർസ് ആണെങ്കിൽ രണ്ടു പേർക്കും അലൗഡ് ആണ്. ഓക്കെ, ഇനി ഇൻഷുറൻസ് പ്രീമിയം രണ്ടു പേർക്കും അലൗഡ് ആണ്. അഗെയിൻ ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റലൈസ് ആവും. ഓക്കെ, വാട്ട് അബൌട്ട് റെന്റ്? ഇനി റെന്റ് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓണർ സ്വന്തത്തിന് റെന്റ് കൊടുക്കില്ല. നോഷണൽ റെന്റിന്റെ ബേസിസിൽ നോട്ട് അലൗഡ്. ടെനന്റ് റെന്റ് പേ ചെയ്യാണ്, പ്ലാന്റ് ആൻഡ് ഫർണിച്ചറിന് റെന്റ് പേ ചെയ്യുകയാണെങ്കിൽ അലൗഡ് ആണ്. പക്ഷെ ഈ സെക്ഷനിൽ അലൗഡ് ആവില്ല, 37(1) അത് അലൗഡ് ആവുള്ളൂ. ഓക്കെ, സോ റെന്റ് ടെനന്റ് പ്ലാന്റ് ആൻഡ് ഫർണിച്ചറിന് റെന്റ് പേ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് അലൗഡ്, ബട്ട് നോട്ട് ആസ് പെർ സെക്ഷൻ 31. ആസ് പെർ സെക്ഷൻ 37(1) ജനറൽ ഡിഡക്ഷൻ അനുസരിച്ച് എന്ത് കിട്ടും? അലവൻസ് കിട്ടുന്നതാണ്. Okay, now repair include renewal or renovation, but that not replacement or construction. Okay, current repair means repairs a normal course to maintain present original condition. It does not mean merely petty repair. Okay, petty repairs include alla capital ആണെങ്കിൽ capitalize ആവും, revenue ആണെങ്കിൽ allowed ആണ് രണ്ട് പേർക്ക്. Okay. ഓക്കെ, അടുത്തത് ഞാൻ സെക്ഷൻ 35 ആണ് കവർ ചെയ്യുന്നത്. ഐ നോ 32 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെപ്രിസിയേഷൻ മിസ് ചെയ്തിട്ടുണ്ട്, ബട്ട് 37(1) ശേഷം ഞാൻ 32 സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ മേ ബി അത് നിങ്ങളുടെ പാർട്ട് 2 ഈ വീഡിയോയുടെ, അതായത് PGBPയുടെ 2 വീഡിയോസ് ആവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പാർട്ട് 2 ആദ്യം തന്നെ നിങ്ങൾക്ക് ഡെപ്രിസിയേഷൻ ഉണ്ടാവും.
Okay. In Section 35, expenditure on scientific research. Expenditure on scientific research രണ്ട് തരത്തിലാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് ഇൻ ഹൗസ് റിസർച്ച്, സെക്കൻഡ് വൺ ഇസ് കോൺട്രിബ്യൂഷൻ. ഇൻ ഹൗസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ബിസിനസ്സിന് വേണ്ടി ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു. ഒരു ടീമിനെ വെച്ചിട്ട് ഞാൻ തന്നെ റിസർച്ച് ചെയ്യും. ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ സെൽഫ് വേണമെന്ന് നിർബന്ധമില്ല, ഞാൻ തന്നെ റിസർച്ച് ചെയ്യുന്നു. സോ സപ്പോസ് ഞാൻ ഐ എം എ businessman and I'm manufacturing laptops. ഞാൻ ലാപ്ടോപ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞാൻ തന്നെ എൻ്റെ ബിസിനസ്സിൽ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇൻ ഹൗസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇൻ ഹൗസ്, അതായത് എൻ്റെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ റിസർച്ച് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇൻ ഹൗസ് റിസർച്ച്. ഓക്കെ. കോൺട്രിബ്യൂഷൻ എന്താ അർത്ഥം എന്താ, ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. സംവൺ എൽസ്, ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. സോ ഒബ്ജക്റ്റീവില് ശ്രദ്ധിക്കാം, ഇൻ ഹൗസ് റിസർച്ച് മസ്റ്റ് ബി റിലേറ്റഡ് ടു ബിസിനസ് ആയിരിക്കണം. റിലേറ്റഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഡിഡക്ഷൻ കിട്ടുള്ളൂ, അലൗ ചെയ്യുള്ളൂ. പക്ഷേ എങ്ങാനും കോൺട്രിബ്യൂഷന്റെ കാര്യമാണെങ്കിൽ, കോൺട്രിബ്യൂഷൻ റിലേറ്റഡ് ആണെങ്കിലും അൺറിലേറ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല, യു വിൽ ഗെറ്റ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യപ്പെടും. ഓക്കെ. ഇനി ഇൻ ഹൗസ് റിസർച്ച്, ഫോളോയിങ് എക്സ്പെൻസസ് ആർ അലൗഡ് ആസ് ഡിഡക്ഷൻ. ആദ്യം നമുക്ക് ഇൻ ഹൗസ് റിസർച്ചിനെ കുറിച്ച് സംസാരിക്കാം, പിന്നെ കോൺട്രിബ്യൂഷൻ. ഓക്കെ. ഇനി ഇൻ ഹൗസ് റിസർച്ചിനെ നമ്മൾ രണ്ട് കാറ്റഗറിയിലേക്ക് മാറ്റും. ഒന്ന് പ്രീ കമൻസ്മെന്റ്, അതായത് ഞാൻ റിസർച്ച് ചെയ്തത് ബിസിനസ്സിന് മുന്നേ ആണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ്, ബിസിനസ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ റിസർച്ച് ചെയ്തെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ്. ഓക്കെ. ഇനി ആദ്യം സംസാരിക്കാം ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ. ഇതാണ് ബിസിനസിന്റെ ഡേറ്റ്, കമൻസ്മെന്റ്. ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എക്സ്പെൻഡിച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, സെക്കൻഡ് വൺ ഇസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. സോ എനിക്ക് ഡിഡക്ഷൻ കിട്ടുമോ? യെസ്, 100% ഡിഡക്ഷൻ കിട്ടും. പക്ഷെ കമൻസ്മെന്റിന് എത്ര വർഷം മുന്നത്തെയാണ് കിട്ടുക? 3 വർഷം മുന്നേ വരെയുള്ളത്, അതായത് വിതിൻ 3 years വരെയുള്ള റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഡിഡക്ഷൻ ആണ് എനിക്ക് കിട്ടുക. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അലവൻസസ് കിട്ടും. സോ ഡിഡക്ഷൻ 3 വർഷം മുന്നത്തെ ഡിഡക്ഷൻ ആണ് എനിക്ക് കിട്ടുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഞാൻ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾ എക്സ്പെൻസസിന്റെ കിട്ടും, എക്സെപ്റ്റ് ലാൻഡിന്റെ മുകളിലുള്ള എക്സ്പെൻഡിച്ചർ ഒഴികെ ബാക്കി എല്ലാത്തിന്റെ മുകളിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 100% എനിക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ഓക്കെ. ബട്ട് ഇപ്പൊ റവന്യൂ ആണെങ്കിൽ, സപ്പോസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്ത് വെച്ചാൽ എനിക്ക് 2 എക്സ്പെൻസസ് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് പേയ്മെന്റ് ഓഫ് സാലറി for research personnel and second one is purchase of material. ഈ 2 ചെലവിന്റെ മാത്രമേ എനിക്ക് 100% ഡിഡക്ഷൻ കിട്ടുള്ളൂ. ദാറ്റ് ടു ബിഫോർ കമൻസ്മെന്റിന് മുന്നേ ഉള്ള 3 വർഷത്തിന്റെ. ഓക്കെ. ഇനി പോസ്റ്റ് കമൻസ്മെന്റ് ആണ്, അതായത് കമൻസ്മെന്റിന് ശേഷമാണ് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ റവന്യൂ വിതൗട്ട് എനി കണ്ടീഷൻ, റവന്യൂ 100% എനിക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എക്സെപ്റ്റ് ലാൻഡ് 100% എനിക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ഓക്കെ. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ വൺസ് അഗെയിൻ ഒരു കാര്യം കൂടെ, 100% എനിക്ക് ഡിഡക്ഷൻ കിട്ടുന്ന കാരണം എനിക്ക് ഡെപ്രിസിയേഷൻ കിട്ടില്ല. 100% ഡിഡക്ഷൻ കിട്ടുന്ന കാരണം എനിക്ക് എന്ത് കിട്ടില്ല, ഡെപ്രിസിയേഷൻ കിട്ടില്ല. ബിക്കോസ് ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ മുകളിൽ ഞാൻ ഫുൾ 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണം. ഇനിയിപ്പോൾ എനിക്ക് വീണ്ടും ഡെപ്രിസിയേഷൻ കിട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ, സപ്പോസ് ബിസിനസ് കമൻസ് ആവുന്നതിന് മുമ്പ്, ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കുക, റിപ്ലൈ എനിക്ക് തരാം. ഓക്കെ. ഇത് കമൻസ്മെന്റ് ഡേറ്റ്. ഓക്കെ. കമൻസ്മെന്റിന് മുന്നേ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് റിസർച്ചിനായിട്ടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിന് ഞാൻ സാലറി പേ ചെയ്തു. ഓക്കെ. എന്നെ ഫസ്റ്റ് ഈ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, റോ മെറ്റീരിയൽസ്. തേർഡ്, ഞാൻ റിസർച്ച് ചെയ്യാൻ വേണ്ടി ലാൻഡ് പർച്ചേസ് ചെയ്തു. അവിടെ ഞാൻ ബിൽഡിംഗ് കെട്ടി. ആൻഡ് ഐ യൂസ്ഡ് ദാറ്റ് ബിൽഡിംഗ് ആസ് ലാബ് ആക്കി ഞാൻ ആ ബിൽഡിംഗ് യൂസ് ചെയ്തു. ഇനി എന്നോട് പറയൂ എന്തൊക്കെ ഡിഡക്ഷൻ ആണ് എനിക്ക് കിട്ടുക. ഞാൻ പിന്നെ പറയാം. കമൻസ്മെന്റിന് മുന്നേ, ഓക്കെ,
ഞാൻ ഈ ചെലവുകൾ ചെയ്തു വിതിൻ 3 years. ഞാൻ ഈ ചെലവുകൾ ചെയ്തു. ഫസ്റ്റ് ഞാൻ എൻ്റെ റിസർച്ച് സയൻറ്റിസ്റ്റിന് വേണ്ടിയിട്ട് റിസർച്ച് പേഴ്സണലിന് വേണ്ടിയിട്ട് ഞാൻ സാലറി പേ ചെയ്തു. സെക്കൻഡ്, റിസർച്ചിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. തേർഡ്, ഞാൻ ലാൻഡ് പർച്ചേസ് ചെയ്തു. ആ ലാൻഡിൻ്റെ മുകളിൽ ഞാൻ ബിൽഡിങ് കെട്ടിയിട്ട് ലാബാക്കി യൂസ് ചെയ്തു. ഡിഡക്ഷൻസ് എങ്ങനെയൊക്കെയാണ് കിട്ടുക? സാലറി, റവന്യൂയുടെ ഡിഡക്ഷൻ, റവന്യൂ നേച്ചറിൽ എനിക്ക് 100% ഡിഡക്ഷൻ കിട്ടും. റോ മെറ്റീരിയൽ ഞാൻ പർച്ചേസ് ചെയ്തു, ഓക്കെ, റവന്യൂ നേച്ചറിൽ 100% ഡിഡക്ഷൻ എനിക്ക് കിട്ടും. ലാൻഡ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഓൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സെപ്റ്റ് ലാൻഡ്, ഓക്കെ. അപ്പൊ ലാൻഡിന്റെ മുകളിൽ ഞാൻ ചെലവാക്കി എക്സ്പെൻഡിച്ചറിന്റെ ഡിഡക്ഷൻ എനിക്ക് കിട്ടില്ല. നെക്സ്റ്റ് വൺ, ബിൽഡിംഗ്, ഓൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സെപ്റ്റ് ലാൻഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ബിൽഡിംഗ് വേർഡ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ബിൽഡിംഗ് വിച്ച് ആർ യൂസ്ഡ് ആസ് ലാബ്, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണോ ചെലവ് ചെയ്ത് വെച്ചാൽ അതിന്റെ എനിക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ഞാൻ അതിന്റെ ആ എക്സാമ്പിളിനെ കുറച്ചും കൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാം. സാലറി ഞാൻ പേ ചെയ്തു റിസർച്ച് പേഴ്സണലിന്. റോ മെറ്റീരിയൽ ഞാൻ പർച്ചേസ് ചെയ്തു, ഓക്കെ. ലാൻഡ് ഞാൻ മേടിച്ചില്ല, ഓക്കെ. ഞാൻ എന്ത് ചെയ്തു? റെന്റിന് ഒരു ബിൽഡിംഗ് എടുത്തു, എന്നിട്ട് അവിടെ ഞാൻ എന്ത് ചെയ്തു? ലാബ് ഉണ്ടാക്കി. അതായത് ബിൽഡിംഗ് റെന്റിൽ എടുത്തിട്ട് ഐ യൂസ്ഡ് ദാറ്റ് ബിൽഡിംഗ് ആസ് എ ലാബ് ഫോർ ദ പർപ്പസ് ഓഫ് ലാബ്, ഓക്കെ. ഇനി എനിക്ക് ഡിഡക്ഷൻ എങ്ങനെയായിരിക്കും? ഞാൻ ലാൻഡും പർച്ചേസ് ചെയ്തിട്ടില്ല, ബിൽഡിങ്ങും പർച്ചേസ് ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ബിൽഡിങ്ങും കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ്ലി ഒരു ബിൽഡിങ് റെന്റ് എടുത്തിട്ട് അതിനെ ലാബാക്കി യൂസ് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിക്കും. പറയട്ടെ, സാലറി എൻ്റെ എന്താവും? റവന്യൂ എക്സ്പെൻഡിച്ചർ ആവും. 100% എന്ത് ചെയ്യും? എനിക്ക് ഡിഡക്ഷൻ കിട്ടും. റോ മെറ്റീരിയൽ 100% ഡിഡക്ഷൻ. റെന്റ്, ദോ ഇറ്റ് ഈസ് റവന്യൂ ഇൻ നേച്ചർ, എനിക്ക് ഡിഡക്ഷൻ കിട്ടില്ല. ബിക്കോസ് എന്താ? കമൻസ്മെന്റിന് മുന്നേ 3 വർഷത്തിൻ്റെ ഉള്ളിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ വെറും എനിക്ക് സാലറി ആൻഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയലിന്റെ മാത്രമേ 100% ഡിഡക്ഷൻ കിട്ടുള്ളൂ. സോ ദ റെന്റ് ഐ ഹാവ് പെയ്ഡ്, അതിന്റെ ഡിഡക്ഷൻ എനിക്ക് കിട്ടില്ല. മനസ്സിലായോ? പക്ഷെ ഇത് തന്നെ ഞാൻ കമൻസ്മെന്റിന് ശേഷമാണ് ചെയ്തെങ്കിൽ എനിക്ക് റെന്റിന് എന്ത് കിട്ടുമായിരുന്നു? ഡിഡക്ഷൻ കിട്ടുമായിരുന്നു. മനസ്സിലായോ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഫർദർ. യെസ്, ഇനി ബൈ കമ്പനി, ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇനി പോസ്റ്റ് കമൻസ്മെന്റ് അല്ല, പ്രീ കമൻസ്മെന്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇഫ് ഐ എം എ കമ്പനി, ഞാൻ മാനുഫാക്ചർ ആണ്, ആൻഡ് ഐ എം എൻഗേജ്ഡ് ഇൻ എ ബിസിനസ് ഓഫ് ബയോടെക്നോളജി, ആൻഡ് ഐ എം നോട്ട് പ്രൊഡ്യൂസിങ് ആൻ ആർട്ടിക്കിൾ വിച്ച് ഈസ് മെൻഷൻഡ് ഇൻ 11th ഷെഡ്യൂൾ. ഞാൻ പിന്നെ പറയാം. ഞാനൊരു കമ്പനിയാണ്, ഞാൻ മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത് ഓഫ് ബയോടെക്നോളജി, in the business of biotechnology, and I am not producing any article, but I am not producing any article mentioned in 11th schedule. അങ്ങനെയാണെങ്കിൽ എനിക്ക് വെയ്റ്റഡ് ഡിഡക്ഷൻ കിട്ടും. വെയ്റ്റഡ് ഡിഡക്ഷൻ എന്താണ് ഇവിടെ? സപ്പോസ് ഞാനൊരു കമ്പനിയാണ്, എൻ്റെ ബിസിനസ് ബയോടെക്നോളജി ഫീൽഡിലാണ്, ഞാനൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്, എൻ്റെ ബിസിനസ് എന്താണ്? ബയോടെക്നോളജിയാണ്. ഓർ ഐ എം മാനുഫാക്ചറിങ് എനി പ്രൊഡക്റ്റ് ഓർ ആർട്ടിക്കൽ ബട്ട് നോട്ട് മെൻഷൻഡ് ഇൻ 11th ഷെഡ്യൂൾ ആണെങ്കിൽ ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ റവന്യൂ ഓർ ക്യാപിറ്റൽ ഏത് എക്സ്പെൻഡിച്ചർ ആണ് ഇൻകർ ചെയ്തിച്ചാലും എനിക്ക് 35 സെക്ഷൻ 35(2)(ab) ഡിഡക്ഷൻ കിട്ടില്ല. ഞാൻ പിന്നെ പറയാം. ഐ എം എ മാനുഫാക്ചറർ, ഐ എം പ്രൊഡ്യൂസിങ് എനി ആർട്ടിക്കൽ ബട്ട് ഐ എം നോട്ട് പ്രൊഡ്യൂസിങ് ആർട്ടിക്കൽ ആസ് പെർ 11th ഷെഡ്യൂൾ. ഓർ എൽസ് ഐ എം എ കമ്പനി, എൻ്റെ ബിസിനസ് എന്താണ്? ബയോടെക്നോളജിയിലാണ് എൻ്റെ ബിസിനസ്. ഓക്കെ, സോ ആ കണ്ടീഷൻ ആണെങ്കിൽ 35(2)(ab) അപ്ലൈ ആവും. പക്ഷേ കമൻസ്മെന്റിന് മുന്നേ ഞാൻ റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ 35(2)(ab) എനിക്കൊരു ഡിഡക്ഷനും കിട്ടില്ല. പക്ഷേ 35(1)(1) and 35(2) ഈസ് സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ മീ. അതായത് ഈ സെക്ഷനിൽ എനിക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. പക്ഷെ 35(2)(ab) എനിക്ക് ഡിഡക്ഷൻ കിട്ടില്ല, പ്രയർ ആണെങ്കിൽ, പ്രയർ കമൻസ്മെന്റ് ആണെങ്കിൽ. ഇനി കമൻസ്മെന്റിന് ശേഷമാണ് ഞാൻ ബിസിനസ് ചെയ്തേച്ചാൽ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ
എക്സെപ്റ്റ് ക്യാപിറ്റലിന്റെ എക്സെപ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എനിക്ക് എത്ര ഡിഡക്ഷൻ കിട്ടുക? 150% ഡിഡക്ഷൻ ആണ് എനിക്ക് കിട്ടുക. ഓക്കെ, 150% ഡിഡക്ഷൻ. ഞാൻ പിന്നെ പറയാം. ഞാൻ ആരാണ്? മാനുഫാക്ചർ ആണ്. ആൻഡ് ഐ എം പ്രൊഡ്യൂസിംഗ് എനി ആർട്ടിക്കൽ ബട്ട് നോട്ട് ദാറ്റ് ആർട്ടിക്കൽ മെൻഷൻഡ് ഇൻ 11th ഷെഡ്യൂൾ. ഓർ ഐ എം എ കമ്പനി, എൻ്റെ ബിസിനസ് എന്താണ്? ബയോടെക്നോളജിയാണ്. കമൻസ്മെന്റിന് മുന്നേ റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തെങ്കിൽ 35(2)(ab) കിട്ടില്ല. പക്ഷെ 35(1)(1), 35(2) അനുസരിച്ച് എനിക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ടത്. ഇനി കമൻസ്മെന്റിന് ശേഷമാണ് ഞാൻ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തേച്ചാൽ റവന്യൂ 150%, ക്യാപിറ്റൽ എക്സെപ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓൾ എക്സ്പെൻഡിച്ചർ 150% വെയ്റ്റഡ് ഡിഡക്ഷൻ. ഇനി മാം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ എന്താ? ലാൻഡ് എനിവേസ് ലാൻഡിന് എവിടെയും നമുക്ക് എന്താ കിട്ടുന്നില്ല? ഡിഡക്ഷൻ കിട്ടില്ല. ബിൽഡിങ്ങിന് 35(2)(ab) കിട്ടില്ല. പക്ഷെ 35(1)(1)ലും 35(2)ലും നമുക്ക് കിട്ടും. 35(1)(1) ഏതാണ്? ഇത് 35(1)(1), 35(2) ആണ് ഇത്. ഓക്കെ, സോ ഈ സെക്ഷനിൽ ബിൽഡിങ്ങിന്റെ ഡിഡക്ഷൻ എനിക്ക് കിട്ടും. ബട്ട് 35(2)(ab) എനിക്ക് കിട്ടില്ല. ഓക്കെ, സോ ഇതിന്റെ മുകളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഇടും. ഓക്കെ, ഇനി ഹിയർ R&D ഫെസിലിറ്റി ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി എന്ത് ചെയ്യണം? R&D ഫെസിലിറ്റി അപ്രൂവ് ചെയ്യണം. ഓക്കെ, ഓക്കെ, സോ ഇൻ ഹൗസ് റിസർച്ചിന്റെ സ്റ്റോറി കഴിഞ്ഞു. ഇനി കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡൊണേഷൻ, വെദർ ഇറ്റ് ഈസ് റിലേറ്റഡ് ഓർ അൺറിലേറ്റഡ് ടു ബിസിനസ് ആണെങ്കിലും എനിക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, സോ നമുക്ക് ഈ കോൺട്രിബ്യൂഷനെ 2 തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, വൺ ഇസ് സയന്റിഫിക് റിസർച്ച്. ഞാൻ ഈ ഡൊണേഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് സയന്റിഫിക് റിസർച്ചിനാണെങ്കിൽ ഒരു സെക്ഷൻ. സെക്കൻഡ് വൺ, ഇഫ് ഞാൻ ഡൊണേഷൻ ഓർ കോൺട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് സോഷ്യൽ സയൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിനാണെങ്കിൽ സെക്കൻഡ് സെക്ഷൻ. സോ സയന്റിഫിക് റിസർച്ചിനാണെങ്കിൽ 1 സെക്ഷൻ, സോഷ്യൽ സയൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിനാണെങ്കിൽ അതർ സെക്ഷൻ. ഇനി ആദ്യം നോക്കാം കോൺട്രിബ്യൂഷൻ ഏത് പർപ്പസിനാണ് കൊടുത്തിരിക്കുന്നത്. സയന്റിഫിക് റിസർച്ചിനാണെങ്കിൽ ഒന്നിന്റെ അടിയിൽ, അല്ല സോഷ്യൽ സയൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ആണെങ്കിൽ സെക്കൻഡ് പാർട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഐഡന്റിഫൈ പർപ്പസ് എന്താണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നോക്കാം ആർക്കാണ് പേയ്മെന്റ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, ആദ്യം നോക്കാം പർപ്പസ് എന്താണ്, എന്ത് പർപ്പസിനാണ് കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കാം ആർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ഇസ് ഗിവൺ ടു യൂണിവേഴ്സിറ്റി, കോളേജ് ഓർ അസോസിയേഷൻ, ആണെങ്കിൽ 150% ഓഫ് കോൺട്രിബ്യൂഷൻ എന്ത് കിട്ടും? എനിക്ക് വെയ്റ്റഡ് ഡിഡക്ഷൻ കിട്ടും. ദിസ് ഇസ് അലൗഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പോൾ P&L അക്കൗണ്ടിൽ ഓൾറെഡി ഡെബിറ്റിലുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മൈനസ് എത്ര ചെയ്യണം? 150% ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് 150% എന്ത് ചെയ്യാൻ പറ്റും? വെയ്റ്റഡ് ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇഫ് സയന്റിഫിക് റിസർച്ചിനാണ് കൊടുത്തേച്ചാൽ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി, കോളേജ് ഓർ അസോസിയേഷന് കൊടുത്തേച്ചാൽ 150%, നാഷണൽ ലബോറട്ടറി ഓർ IIT യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തേച്ചാലും 150%. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഗിവൺ ടു എ കമ്പനി രജിസ്റ്റർഡ് ഇൻ ഇന്ത്യ ഹാവിംഗ് മെയിൻ ഒബ്ജക്റ്റ് ഓഫ് SP, അതായത് തന്നിട്ടുണ്ട്. Here company registered 35(1)(2)(a) cannot claim deduction under section 35(2)(ab) in-house research. ഇത് നിങ്ങൾ നോക്കണ്ട. കമ്പനി രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ അത്രയും ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഡീപ്പിൽ അത്ര ഇല്ല. കമ്പനി രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ 100%. സോ ഞാൻ എന്താ പറഞ്ഞത്? ആദ്യം നോക്കാം പർപ്പസ് എന്താ. സയന്റിഫിക് റിസർച്ച് ആണെങ്കിൽ ആർക്കാ കൊടുത്തത്? ഇഫ് ഇറ്റ് ഇസ് ഗിവൺ ടു യൂണിവേഴ്സിറ്റി, കോളേജ് ഓർ അസോസിയേഷൻ അപ്രൂവ്ഡ് ആണെങ്കിൽ 150%, നാഷണൽ ലബോറട്ടറി IIT ആണെങ്കിൽ 150% വെയ്റ്റഡ് ഡിഡക്ഷൻ, ആൻഡ് കമ്പനി രജിസ്റ്റേർഡ് ആണെങ്കിൽ 100% ഡിഡക്ഷൻ. ഓക്കെ, നാ പർപ്പസ് നോക്കാം. പർപ്പസ് ഇങ്ങനെ സോഷ്യൽ സയൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ആണെങ്കിൽ ഡയറക്ട്ലി 100%. ഓക്കെ, സോ ഞാൻ പിന്നെ പറയാം. കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ആദ്യം നോക്കാം പർപ്പസ്, എന്ത് പർപ്പസിനാണ് കൊടുത്തത് എന്നുള്ളത്. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഫോർ സയന്റിഫിക് റിസർച്ച് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി, കോളേജ്, അസോസിയേഷൻ ആണെങ്കിൽ 150%, നാഷണൽ ലബോറട്ടറി IIT ആണെങ്കിൽ 150%, കമ്പനി രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ 100%, സോഷ്യൽ സയൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ആണെങ്കിൽ സ്റ്റേറ്റ് അവേ 100% ഓഫ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, സോ ദിസ് വാസ് യുവർ 35 section 35 scientific research.
Explanation: deduction for donation cannot be withdrawn merely on ground that after donation such university, ഞാൻ ഡൊണേഷൻ കൊടുത്തതിന് ശേഷം ആ യൂണിവേഴ്സിറ്റി അസോസിയേഷൻ ഓർ ഗ്രാന്റ് വിഡ്രോ ആയിട്ടുണ്ടെങ്കിലും എനിക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഓക്കെ, ഇത് 41(3). If deduction claim for asset and subsequently sold, then from sale proceeds നിങ്ങൾക്ക് ബൈഫർക്കേറ്റ് ചെയ്യേണ്ടി വരും. സപ്പോസ് ഞാൻ 35 ഡിഡക്ഷൻ ഓൾറെഡി ക്ലെയിം ചെയ്തു. ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, അതിന് മുകളിൽ ഞാൻ 35 ഡിഡക്ഷൻ ക്ലെയിം ചെയ്തു. ഇനി ഞാൻ കുറച്ച് വർഷത്തിന് ശേഷം ആ അസറ്റിനെ വിൽക്കാണ്. ഓക്കെ, സപ്പോസ് അതിൻ്റെ കോസ്റ്റ് ആയിരുന്നു, ഒബ്വിയസ്ലി കോസ്റ്റ് WDV വരില്ല, കാരണം ഡെപ്രിസിയേഷൻ ഇല്ല. ഓക്കെ, സോ ഡെപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, കോസ്റ്റ്. സോ അതിൻ്റെ കോസ്റ്റ് സപ്പോസ് 6 ലക്ഷമാണ്, ഞാൻ വിറ്റത് 6 ലക്ഷത്തിനാണ്. നത്തിങ് ഹാസ് ടു ഡു. ഇനി ഞാൻ 6 lakhs-നായിരുന്നു അതിൻ്റെ കോസ്റ്റ്, ഞാൻ അതിനെ വിറ്റത് 4 lakhs. ഓക്കെ, സോ അതിൻ്റെ എന്തായിട്ട് വരും? PGBP ഇൻകം ആയിട്ട് വരും. ഓക്കെ, ഡിഫറൻസ് 6 lakhs-ന് സാധനം 4 lakhs-ന് ഞാൻ വിറ്റു. 6 lakhs-ന് ഞാൻ 4 lakhs-ന് വിറ്റു. സോ ഡിഫറൻസ് അഡ്ജസ്റ്റ് ആവും. ഇനി നെക്സ്റ്റ് വൺ, ഞാൻ സപ്പോസ് 6 lakhs-നാണ് കോസ്റ്റ്, എൻ്റെ 6 lakh ആണ് കോസ്റ്റ്. ഓക്കെ, പക്ഷെ ഞാൻ അതിനെ വിറ്റത് സപ്പോസ് 10 lakhs-നാണ്. ഓക്കെ, 10 lakhs. സോ അപ് ടു എമൗണ്ട് ക്ലെയിംഡ്, എത്രയാണ് ഞാൻ ക്ലെയിം ചെയ്തത്? കോസ്റ്റ് എത്രയാണ്? 6 lakhs. സോ 6 lakhs-ന്റെ സാധനം ഞാൻ 10 lakhs-ന് വിറ്റു വെച്ചാൽ 6 lakhs PGBP ഇൻകം ആയിട്ട് വരും. ഓക്കെ, PGBP ഇൻകം ആയിട്ട് വരും. And balance 4 lakhs will be capital gain. This is important concept. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് 35 AD-ൽ ഈ സംഭവം ഇല്ല, അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കണം. സെയിൽ പ്രൊസീഡ്സ്, എൻ്റെ കയ്യിൽ ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഞാൻ ഇൻകർ ചെയ്തു. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ വാല്യൂ നോക്കാം. എത്രയാണോ PGBP-ൽ ഓൾറെഡി റെക്കോർഡ് ചെയ്തത് അത്രയും എമൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ PGBP സെയിൽ പ്രൊസീഡ്സ് ഞാൻ ക്രെഡിറ്റ് സൈഡിൽ P&L ക്രെഡിറ്റ് സൈഡിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി സപ്പോസ് 6 lakh ആയിരുന്നു അതിന്റെ കോസ്റ്റ്, ഞാൻ അതിനെ 10 lakhs-ൽ വിറ്റു വെച്ചാൽ 6 lakh ഓൾറെഡി റെക്കോർഡഡ് ആണ്, അപ്പൊ അതിന്റെ P&L ക്രെഡിറ്റ് സൈഡിൽ വരും. ബാലൻസ് 4 lakhs എന്റെ ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സബിൾ. ഓക്കെ, and unabsorbed amount of scientific research, same treatment as unabsorbed depreciation. ഇതൊക്കെ ഈ ചെറിയ പോയിന്റ്സ് ഓർത്ത് വെക്കണേ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ചോദിക്കും. ഓക്കെ, ക്യാരി ഫോർവേഡ്, സെറ്റ് ഓഫ് എത്ര സമയം വരെ ഉണ്ട്. സോ അൺഅബ്സോർബ്ഡ് എമൗണ്ട് ഓഫ് സയന്റിഫിക് റിസർച്ച്, അതായത് എൻ്റെ ഈ വർഷത്തിൽ അത്രയും പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല, എനിക്ക് അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം അൺഅബ്സോർബ് ഡെപ്രിസിയേഷനെ പോലെ തന്നെ സെയിം ട്രീറ്റ്മെന്റിലൂടെ പോകണം. Okay, next one is 35 AD. 35 AD വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ സ്പെസിഫൈഡ് ബിസിനസ്. സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ 14 ബിസിനസ്സുകൾ ഇതിനകത്തുണ്ട്. ലൈക്ക് കോൾഡ് ചെയിൻ ഫെസിലിറ്റി, വെയർ ഹൗസിംഗ്, ഹോസ്പിറ്റൽ, ക്രോസ് കൺട്രി പൈപ്പ് ലൈൻ, ഹോട്ടൽസ് 2 star എബവ് ആണെങ്കിൽ, സ്ലം റീഡെവലപ്മെന്റ്. സോ ഈ 14 ഒരു ഇൻഡസ്ട്രീസിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒരു 3 to 4 times റീഡ് ചെയ്താൽ മതി. അതൊരു എന്തെങ്കിലും ഷോർട്ടായിട്ട് പൈപ്പ് ലൈൻ വന്നാൽ, ഹോസ്പിറ്റൽ വന്നാൽ, ഹോട്ടൽ വന്നാൽ, കോൾഡ് ചെയിൻ ഫെസിലിറ്റി, വെയർ ഹൗസിങ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പെസിഫൈഡ് ബിസിനസ് ആണ്. അപ്പോൾ ഈ 14 ബിസിനസ്സിൻ്റെ പേരുകളും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ 14 പേരുകൾ ഒന്ന് 4 to 5 times ഒന്ന് റീഡ് ചെയ്താൽ മതി. അപ്പം ഈ സ്പെസിഫൈഡ് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, ഇഫ് യുവർ ബിസിനസ് കംസ് അണ്ടർ ദിസ് കാറ്റഗറി, സ്പെസിഫൈഡ് ബിസിനസിന്റെ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന റവന്യൂ and capital expenditure 100%, if it is wholly and exclusively for specified business ആണെങ്കിൽ in the year deduction, അതായത് ഏത് ഇയറിലാണോ ഇൻകർ ചെയ്തത് റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഏത് വർഷത്തിലാണോ ഇൻകർ ചെയ്തെച്ചാൽ 100% ഡിഡക്ഷൻ ആണ് കിട്ടുന്നത്. അതായത് 100% അലൗ ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ 1 ലക്ഷമാണ് 10 ലക്ഷമാണ് നിങ്ങൾ എക്സ്പെൻഡ് ചെയ്ത് വെച്ചാൽ അത് ഫുള്ള് 100% നിങ്ങൾക്ക് എന്ത് കിട്ടും? അലൗ ചെയ്ത് കിട്ടും. യു ക്യാൻ ഡിഡക്ട്, അതായത് P&L ഡെബിറ്റിൽ നിങ്ങൾക്ക് ഈസിലി എഴുതാം. ഓക്കെ എന്നാണ് ഇൻകം ടാക്സ് പറയുന്നത്. സോ ബട്ട് ഇഫ്
പ്രയർ പീരീഡ് ആണെങ്കിൽ, അതായത് നിങ്ങളുടെ ബിസിനസ് കമൻസ് ചെയ്യുന്ന സ്പെസിഫൈഡ് ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് മുന്നേ ആണ് നിങ്ങൾ ഈ റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഞാൻ എന്താ പറഞ്ഞത്, റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ ദി ഇയർ വിച്ച് ഇസ് ഇൻകേർഡ്. ഓക്കെ, ആ വർഷത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആ ചെലവ് ചെയ്ത സമയത്ത് നിങ്ങളുടെ ബിസിനസ് ഇല്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ആണ് സപ്പോസ് റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തേച്ചാൽ ഓൾ എക്സ്പെൻസസ് കംപ്ലീറ്റ്, അതായത് എത്ര ചെയ്തു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തു, അത് ഇയർ ഓഫ് കമൻസ്മെന്റ്, ഏത് വർഷമാണോ കമൻസ് ആയത് ആ വർഷത്തിൽ നിങ്ങൾക്ക് 100% എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് അലൗഡ്. ഓൺലി തിങ് ഈസ് ദാറ്റ് നിങ്ങൾക്ക് ആ എമൗണ്ടിനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, നിങ്ങളുടെ ക്യാപിറ്റൽ, നിങ്ങളുടെ അസറ്റിന്റെ മുകളിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവണം. സോ ഇഫ് യു ഹാവ് ക്യാപിറ്റലൈസ്ഡ് ഇൻ യുവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് and you have incurred revenue and capital expenditure before the commencement of your specified business, then whole amount 100% deduction will be allowed in the year of commencement. ഏത് വർഷത്തിലാണോ കമൻസ് ആയത് ആ വർഷത്തിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓൺലി ഇഫ് യു ഹാവ് ക്യാപിറ്റലൈസ്ഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണെങ്കിൽ മാത്രം. ഇനി എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെയും നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുമോ? ഇല്ല. എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അലൗഡ് ആണോ? അല്ല. 35 നമ്മൾ പഠിച്ചില്ലേ, ലാൻഡിന് അലൗ ചെയ്യില്ല, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അലൗ ചെയ്യില്ല, അങ്ങനെ ചില സ്ഥലത്ത് നമ്മൾ പഠിച്ചു. ബയോടെക്നോളജി ആണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അലൗ ചെയ്യില്ല. ഓക്കെ, ആ സെക്ഷനിൽ 35 സെക്ഷനിലാണെങ്കിൽ 35 സെക്ഷനിലാണെങ്കിൽ ലാൻഡ് ആണെങ്കിൽ അലൗ ചെയ്യില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചില്ലേ. അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട്. എന്തിൻ്റെ മുകളിൽ ഏതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഏതൊക്കെ എക്സ്പെൻഡിച്ചർ ചെയ്താൽ നിങ്ങൾക്ക് അലൗ ചെയ്യില്ല? ലാൻഡ്, ഗുഡ് വിൽ, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഈ മൂന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ നിങ്ങൾ ഇൻകർ, ഒബ്വിയസ്ലി ലാൻഡ് ഇസ് നോട്ട് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. സോ നിങ്ങൾ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ഡിഡക്ഷൻ കിട്ടില്ല. ദിസ് വിൽ നോട്ട് ബി അലൗഡ്. വിച്ച് വിൽ നോട്ട് ബി അലൗഡ്? ലാൻഡ്, ഗുഡ് വിൽ, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഇതെല്ലാം സംസിൽ ചിലപ്പോൾ വരില്ലെങ്കിലും ഒബ്ജക്റ്റീവ്സിൽ വരും കേട്ടോ. ലാൻഡ്, ഗുഡ് വിൽ, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് കൺഫ്യൂസ് ആവരുത്. 35 സയന്റിഫിക് റിസർച്ച് ആണെങ്കിൽ അവിടെ ലാൻഡ് ആയിരുന്നു ഫസ്റ്റില്, ബയോടെക്നോളജി ആണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആയിരുന്നു. ഓക്കെ, ഇത് സ്പെസിഫൈഡ് ബിസിനസ്. സ്പെസിഫൈഡ് ബിസിനസ്സിൽ 3 അലൗ ചെയ്യില്ല, ലാൻഡ്, ഗുഡ് വിൽ, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, സെക്കൻഡ്, എൻ്റെ അമെൻമെന്റ് ലെക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഈ പാർട്ട് കവർ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് ടു എ പേഴ്സൺ ഇൻ എ ഡേ എക്സീഡിംഗ് ₹10,000 അതർവൈസ് ദാൻ ബൈ അക്കൗണ്ട് പേ ചെക്ക്, ഡ്രാഫ്റ്റ്, ECS ഓർ അതർ ഇലക്ട്രോണിക് മോഡ്. ഇതായിരുന്നു അമെൻമെന്റ്. ഓർമ്മയുണ്ടാവും 4 മോഡ്സ് എന്ന് ഞാൻ പറഞ്ഞത് അമെൻമെന്റ് ലെക്ചറിനകത്ത്. അതായത് നിങ്ങൾ എന്ത് എക്സ്പെൻഡിച്ചർ ചെയ്യുന്നുണ്ടെങ്കിലും പേയ്മെന്റ് ചെയ്യുമ്പോൾ if the amount exceeds 10,000 then the payment should be by account pay check or draft, ECS or other electronic mode. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമെൻമെന്റ് ലെക്ചറിൽ. ഇപ്പൊ അക്കൗണ്ട് പേ ചെക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്, ECS എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് വരുന്നത്? NEFT, RTGS, പിന്നെ IMPS. പക്ഷേ അതർ ഇലക്ട്രോണിക് മോഡ്, അതായത് ഞാൻ ഫോൺ പേ, ഗൂഗിൾ പേ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ സെക്ഷൻസിൽ. ഈ അമെൻമെന്റിൽ, ഈ വർഷത്തെ അമെൻമെന്റിലാണ്, ഈ ഫൈനാൻസ് ബില്ലിലാണ് അമെൻമെന്റ് വന്നത്, അതർ ഇലക്ട്രോണിക് മോഡ്. ഓക്കെ, സോ 4 മോഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ 4 മോഡ്സ് ഓർത്ത് വയ്ക്കുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. ഇനി കണ്ടീഷൻസ് ഫോർ ഡിഡക്ഷൻ. ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? It is not set up by splitting up, reconstruction of business already in existence. It should be damn new. വീണ്ടും നിങ്ങൾ എൻ്റെ അമെൻമെന്റ് ലെക്ചറിനകത്ത് 115BAA 115BAB പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് BABനകത്ത് നമ്മൾ ചില കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ സെയിം കണ്ടീഷനാണ് ഇവിടെ. ഇറ്റ് ഈസ് നോട്ട് സെറ്റപ്പ് ബൈ സ്പ്ലിറ്റിംഗ് അപ്പ്. സ്പ്ലിറ്റിംഗ് അപ്പ് ആയിട്ട് ആവരുത്. അതായത് LLP ആയിരുന്നതിനെ ഇപ്പോൾ കമ്പനിയാക്കി, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫോമിന് LLP ആക്കി, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒബ്വിയസ്ലി ദിസ് ഇസ് ഫോർ ഓൾ SSCs. അപ്പോൾ സ്പ്ലിറ്റിംഗ് അപ്പ് വഴി ആവരുത്. റീകൺസ്ട്രക്ഷൻ ഓഫ് ബിസിനസ് ഓൾറെഡി ഇൻ എക്സിസ്റ്റൻസ്. ഉള്ള ബിസിനസ്സിനെ റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണെങ്കിൽ അതും പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ഡാം ന്യൂ ബിസിനസ്. നോട്ട് സെറ്റപ്പ് ബൈ പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രീവിയസ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ. അതായത് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആ ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട്
ഇഫ് യുവർ അസെറ്റ്, അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ ഓൾഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അതായത് ഞാൻ എന്താ പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് പറ്റില്ല, പക്ഷേ നിങ്ങളുടെ ഓൾഡ് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ ടോട്ടൽ അസെറ്റ്സിന്റെ 20% കുറവാണെങ്കിൽ that asset will be considered as new asset. ഓക്കെ, സപ്പോസ് ഇതെൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. ഓക്കെ, ഇതെൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. ഇത് എൻ്റെ സെക്കൻഡ് ഹാൻഡ് ആണ്. ഓൾറെഡി ആരോ യൂസ് ചെയ്തതാ, ഞാൻ യൂസ് ചെയ്യാതാണ്. ജനറലി പാടില്ല. പക്ഷേ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എൻ്റെ ടോട്ടൽ അസെറ്റ്സിൻ്റെ 20% താഴെയാണെങ്കിൽ ഇതിനെ എനിക്ക് എന്തായിട്ട് അവർ കൺസിഡർ ചെയ്യുക? അതിനെ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. സെക്കൻഡ്, 100% ഇമ്പോർട്ടഡ് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി. എൻ്റെ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആദ്യം അവരെന്ത് പറഞ്ഞു? സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി പറ്റില്ല. പക്ഷേ ആ മെഷീനറിയുടെ വാല്യൂ 20%, ടോട്ടൽ അസെറ്റ്സിന്റെ 20% താഴെയാണെങ്കിൽ അലൗ ചെയ്യും. സെക്കൻഡ്ലി, അത് ഞാൻ ഇമ്പോർട്ട് ചെയ്ത എൻ്റെ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിലും എന്ത് ചെയ്യും? അത് അലൗ ചെയ്യുന്നതാണ്. ഓക്കെ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മസ്റ്റ് ബി ഓഡിറ്റഡ്. ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാമേ. സ്പെസിഫൈഡ് ബിസിനസ് ആണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മസ്റ്റ് ബി ഓഡിറ്റഡ്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. Now, other points. In case of SSE, built to 2-star plus hotel, but transfer the operations, then also he shall be deemed to be carrying on specified business. ഓക്കെ, സോ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് ട്രാൻസ്ഫർ ചെയ്തു. ഓപ്പറേഷൻസ് ഇപ്പം ഞാനായിരുന്നു, പക്ഷെ ഞാൻ ഓപ്പറേഷൻസ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ഓൾസോ ഇറ്റ് വിൽ ബി ഡീംഡ് ടു ബി ക്യാരിയിങ് ഓൺ സ്പെസിഫൈഡ് ബിസിനസ്. അയാൾ തന്നെ സ്പെസിഫൈഡ് ബിസിനസ് ക്യാരി ചെയ്യാന്ന് കരുതപ്പെടാം. ഇഫ് എനി അസെറ്റ് ഓൺ വിച്ച് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35AD ക്ലെയിം സോൾഡ്, ഡിമോളിഷ്, ഡിസ്ട്രോയ്ഡ്, ദെൻ എമൗണ്ട് റിസീവ് ഈസ് ഈക്വൽ ടു PGBP ഇൻകം. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. സപ്പോസ് ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു ക്യാപിറ്റൽ അസെറ്റ് ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. 100% ഞാൻ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തു. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ വാല്യൂ 6 lakhs ആണ്. ഞാൻ അതിന് 6 lakhs തന്നെ വിറ്റു. ഒബ്വിയസ്ലി കോസ്റ്റായിട്ടാണ് കമ്പയർ ചെയ്യുക. WDV വരില്ല, ഡെപ്രിസിയേഷൻ കിട്ടില്ല. കോസ്റ്റ് 6 lakhs ആണ്. 6 lakhs-ന് 6 lakhs തന്നെ വിറ്റു. അതെന്തായിരിക്കും? എൻ്റെ PGBP ഇൻകമോ? മീൻസ് നില്ലായി, നത്തിങ്. 6 lakhs-ന് 6 lakhs വിട്ടു, നത്തിങ്. സപ്പോസ് 6 lakhs-ന് ഞാൻ 10 lakhs ആണ് വിറ്റേച്ചാൽ ഹോൾ 10 lakhs വിൽ ബി മൈ PGBP ഇൻകം. നമ്മൾ 35 എന്താ പഠിച്ചത്? 6 lakhs-നെ 10 lakhs-ൽ വിറ്റാൽ 6 lakhs PGBP ഇൻകം, അതായത് സെയിൽ ചെയ്തിട്ട് വിറ്റ് കിട്ടുന്ന 6 lakhs PGBP ഇൻകം, ബാക്കി 4 lakhs ക്യാപിറ്റൽ ഗെയിൻ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. 6 lakhs-ന്റെ കോസ്റ്റുള്ള അസറ്റിന് ഞാൻ 6 lakhs-ൽ വിറ്റാൽ നോ പ്രോഫിറ്റ് നോ ലോസ്. പക്ഷെ 6 lakhs-ന്റെ സാധനത്തിന് ഞാൻ 10 lakhs-ൽ വിറ്റാൽ ഫുൾ 10 lakhs എൻ്റെ എന്തായിരിക്കും? PGBP ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ കോൺസെപ്റ്റ് വരുന്നില്ല, പക്ഷേ സയന്റിഫിക് റിസർച്ചിനകത്ത് ക്യാപിറ്റൽ ഗെയിനിന്റെ കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഇനി ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് സ്പെസിഫൈഡ് ബിസിനസ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡിൽ വരും. സ്പെസിഫൈഡ് ബിസിനസ്സിലെ ലോസിന്റെ സ്പെസിഫൈഡ് ബിസിനസിന്റെ ഗെയിനിന്റെ കൂടെ അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ കൂടെ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു ബിസിനസിന്റെ കൂടെയും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അൺഅബ്സോർബ്ഡ് ആണെങ്കിൽ ഇൻഫിനിറ്റ് പീരിയഡിൽ ഒബ്വിയസ്ലി. നെക്സ്റ്റ് വൺ, an asset on which deduction under section 35AD claimed shall be used only for specified business for 8 years from beginning of previous year of acquisition. Okay, very interesting point. 35AD-ൽ ഞാൻ ഓൾറെഡി ഡിഡക്ഷൻ ക്ലെയിം ചെയ്തു. സപ്പോസ് എനിക്ക് 35AD, അതായത് എനിക്ക് ഒരു ഹോട്ടൽ ഉണ്ട്, 2 star എബവ് ആണ് അതിൻ്റെ റേറ്റിംഗ്. 2 star എബവ് ഹോട്ടൽ ഉണ്ട്, കൂടെ ഞാനൊരു ക്ലാസ്സസും നടത്തുന്നുണ്ട്, കോച്ചിങ് ക്ലാസ്സസ്. അപ്പോൾ ഞാൻ ഈ ഹോട്ടൽ 2 starന് വേണ്ടിയിട്ട് AC പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ AC ഇത് 35AD-യുടെ അനുസരിച്ച് ഞാൻ ഫുള്ള് അതിൻ്റെ എന്ത് എടുത്തു? ഡിഡക്ഷൻ ക്ലെയിം ചെയ്തു. ഈ AC-യുടെ ക്യാപിറ്റൽ അസറ്റാണ്, അപ്പോൾ ഞാൻ അതിൻ്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തു. 8 വർഷം വരെ ഈ അസറ്റ് മറ്റൊരു ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറയണത്. സപ്പോസ് ഞാൻ യൂസ് ചെയ്തു, ഞാൻ 2 വർഷം ഇതിനെ എൻ്റെ ഹോട്ടലിൽ തന്നെ യൂസ് ചെയ്തു. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ AC-നെ എൻ്റെ ക്ലാസ്സസ്, കോച്ചിങ് ക്ലാസ്സസിലേക്ക് ഞാൻ ഈ AC-നെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇഫ് യൂസ്ഡ് ഫോർ നോൺ സ്പെസിഫൈഡ് ബിസിനസ്, എൻ്റെ കോച്ചിങ് ക്ലാസ്സസ് എൻ്റെ സ്പെസിഫൈഡ് ബിസിനസ് അല്ല. അപ്പം ഞാൻ സ്പെസിഫൈഡ് ബിസിനസിൻ്റെ അസറ്റിനെ നോൺ സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഞാൻ എങ്ങാനും യൂസ് ചെയ്തു വെച്ചാൽ എന്താണ് അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ്? ടോട്ടൽ എമൗണ്ട്
ഡിഡക്ഷൻ ഓൾറെഡി ക്ലെയിംഡ്, അതായത് ടോട്ടൽ എമൗണ്ട് ഡിഡക്ഷൻ ക്ലെയിം 2 വർഷത്തിൽ ഞാൻ ക്ലെയിം ചെയ്ത ഡിഡക്ഷൻ, 2 വർഷമായിട്ട് ഞാൻ ക്ലെയിം ചെയ്ത ഡിഡക്ഷൻ, ഞാൻ എന്താ പറഞ്ഞത്, 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കോച്ചിങ് ക്ലാസ്സസിലേക്ക് എൻ്റെ EC കൊടുത്തു. അപ്പം ഞാൻ 2 വർഷം ക്ലെയിം ചെയ്ത ഡിഡക്ഷനിൽ നിന്ന് ഡെപ്രിസിയേഷൻ ഞാൻ മൈനസ് ചെയ്യും. അതായത് ആസ് ഇഫ് ഞാൻ 35ADയുടെ ഡിഡക്ഷൻ എടുത്തിട്ടില്ല, ആ അസറ്റിന്റെ മുകളിൽ വരുന്ന ഡെപ്രിസിയേഷൻ മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് വിൽ ബി കൺസിഡേർഡ് ആസ് ഡീംഡ് ഇൻകം, ഡീംഡ് PGBP ഇൻകം ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം ഞാൻ എൻ്റെ ഹോട്ടൽ മോർ ദാൻ 2 സ്റ്റാർ ആണ് എൻ്റെ ഹോട്ടൽ, സ്പെസിഫൈഡ് ബിസിനസ് ആണ്. എൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ AC കൊണ്ടുവന്നു. ആ ACയുടെ ഡിഡക്ഷൻ ഞാൻ ക്ലെയിം ചെയ്തു. ഓക്കെ, അവരെന്താ പറഞ്ഞത്, 8 വർഷം വരെ നോൺ സ്പെസിഫൈഡ് ബിസിനസ്സിന്, സ്പെസിഫൈഡ് ബിസിനസ് അല്ലാത്ത വേറെ ഒരു ബിസിനസ്സിനും ഈ അസറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ AC എൻ്റെ കോച്ചിങ് ക്ലാസ്സസിലേക്ക് യൂസ് ചെയ്തു. അപ്പോൾ അവരെന്ത് ചെയ്തു, 2 വർഷം ഞാൻ റിഡക്ഷൻ അനുഭവിച്ചതിൽ നിന്ന് ഈ 35AD എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല എന്ന് വിചാരിച്ച് അതിന്റെ മുകളിൽ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും, ACയുടെ മുകളിൽ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അത് മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് എൻ്റെ PGBP ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായോ? അപ്പൊ എൻ്റെ ഡിഡക്ഷൻ ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തത് പോവും എന്നർത്ഥം. മനസ്സിലായോ? സോ ദിസ് വാസ് യുവർ സെക്ഷൻ 35AD, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിരുന്നു. 35ADയിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? 14 കമ്പനീസ് ഉണ്ട്. 14 കമ്പനീസിന് മുകളിൽ റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വർഷത്തിലാണോ ഇൻകർ ചെയ്ത് ആ വർഷത്തിൽ എനിക്ക് 100% റിഡക്ഷൻ ചെയ്യും. പക്ഷെ ഞാൻ ഇൻകർ ചെയ്തത് കമൻസ്മെന്റിന് മുന്നേ ആണ്, അതായത് ആ സമയത്ത് എനിക്ക് ബിസിനസ് ഇല്ലായിരുന്നു, കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ദാറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ എനിക്ക് ഓൾ ദാറ്റ് എക്സ്പെൻഡിച്ചർ ഓൾറെഡി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയർ ഓഫ് കമൻസ്മെന്റിൽ എനിക്ക് 100% ഡെപ്രിസിയേഷൻ 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ 3 എക്സ്പെൻഡിച്ചറിൽ എനിക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ലാൻഡ്, ഗുഡ്വിൽ, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, അതിനകത്ത് 35ADയുടെ ഒരു ഡിഡക്ഷനും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ 10,000 മേലെയാണ് ഞാൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി കമ്പൽസറി ബൈ അക്കൗണ്ട് പേ ചെക്ക് ഓർ ഡ്രാഫ്റ്റ് ECS ഓർ അതർ മോഡൽ ആയിരിക്കണം. കണ്ടീഷൻസ് എന്താണ്? സ്പ്ലിറ്റിംഗ് അപ്പ് ആയിരിക്കരുത്, റീകൺസ്ട്രക്ഷൻ ആയിരിക്കരുത്, സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി യൂസ് ചെയ്യാൻ പാടില്ല. ബട്ട് ആ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 20% ഓഫ് ടോട്ടൽ അസറ്റ്സിന്റെ കാട്ടിലും കുറവാണെങ്കിൽ എൻ്റെ ആ അസറ്റിനെ എന്തായിട്ട് അവർ യൂസ് ചെയ്യുക? ന്യൂ അസറ്റ് ആയിട്ട് അവർ യൂസ് ചെയ്യും. ആൻഡ് സെക്കൻഡ്ലി, ഇമ്പോർട്ടഡ് ആണെങ്കിൽ അത് എന്താണ്? ന്യൂ അസറ്റ് ആയിട്ട്, ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് തന്നെയാണ് കരുതപ്പെടുക. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങളുടെ 35AD. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് 3 സെക്ഷനുകളും കുഞ്ഞു സെക്ഷനുകളാണ്. 35CCA, 35CCC, 35CCD. 35CCA കോൺട്രിബ്യൂഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ്. റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% അലൗ ചെയ്യും, 100% ഡിഡക്ഷൻ എനിക്ക് കിട്ടും. ഓക്കെ, 100% അലൗ ചെയ്യുമെന്ന് പറഞ്ഞാൽ 100% ഡിഡക്ഷൻ കിട്ടും എന്നാണ് കേട്ടോ. ഇതൊക്കെ ഡിഡക്ഷൻ്റെ സെക്ഷനാണ്. 35 സയന്റിഫിക് റിസർച്ച് മുതൽ 31 ഇത് നമുക്ക് അലൗ ചെയ്യുന്നതാണ്, അലവൻസസ് ആണ്. 35 മുതലുള്ളത് ഡിഡക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ വെയ്റ്റഡ് ഡിഡക്ഷൻ്റെ കോൺസെപ്റ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് ലെസ് ചെയ്യണം അത്രയും. ഓക്കെ, നമുക്ക് 100, അതായത് 3000 ഇപ്പോൾ സപ്പോസ് വിചാരിക്കും 300 ആണെങ്കിൽ 150% അലൗഡ് ആണ്. 100 is 300, 150% എനിക്ക് അലൗ ആവും. സോ 150% അലൗ ആവുമ്പോൾ അത്രയും എനിക്ക് മൈനസ് ചെയ്യേണ്ടി വരും. ഓക്കെ, 35CCA നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടി വരും. 35CCA കോൺട്രിബ്യൂഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ്, വെദർ ഇറ്റ് ഇസ് റിലേറ്റഡ് അൺറിലേറ്റഡ്, ഗിവ് ഡൊണേഷൻ, ഡിഡക്ഷൻ അവൈലബിൾ. നിങ്ങൾ ഡൊണേഷൻ കൊടുത്തോ ഡിഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, വെദർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബിസിനസ് ഓർ നോട്ട് റിലേറ്റഡ് ടു ബിസിനസ്. സോ കോൺട്രിബ്യൂഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ്, ദിസ് ഈസ് അപ്ലിക്കബിൾ ഫോർ all SSE, വെദർ ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് ഓർ നോൺ കോർപ്പറേറ്റ്. നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ബട്ട് ഇത് ആർക്കാണ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവണം? അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അസോസിയേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. നെക്സ്റ്റ്, ഫോർ ട്രെയിനിങ് ഓഫ് പേഴ്സൺ
for training of a person of such institution, National Fund Rural Development Program, National Urban Poverty Education Fund. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% കോൺട്രിബ്യൂഷൻ നമുക്ക് 100% നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. ഡിഡക്ഷൻ കനോട്ട് ബി ഡിനൈഡ് ഇഫ് അപ്രൂവൽ ഗ്രാന്റഡ് ടു സച്ച് അസോസിയേഷൻ വിഡ്രോൺ ലേറ്റർ ഓൺ. ആ അസോസിയേഷൻ പിന്നീട് വിഡ്രോ ചെയ്താലും ഡിഡക്ഷൻ നമുക്ക് കിട്ടിയിരിക്കും എന്നാണ് പറയുന്നത്. 35CCC എക്സ്പെൻസസ് ഓൺ agriculture extension project extension വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബട്ട് ഇറ്റ് ഷുഡ് ബി നോട്ടിഫൈഡ് ബൈ CBDT. നേച്ചർ ഓഫ് എക്സ്പെൻസ് ഷുഡ് നോട്ട് ബി കോസ്റ്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ കിട്ടില്ല. അതർ ദാൻ ആണെങ്കിൽ 150% എന്ത് കിട്ടും, ആ എക്സ്പെൻഡിച്ചറിന്റെ 150% എനിക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്. ഇത് നോക്കണ്ട, പ്രീവിയസ് ഇയർ 2021 ഡേറ്റ് ആണിത്. നമ്മൾ പ്രീവിയസ് ഇയർ 1920 കേട്ടോ. ഡിഡക്ഷൻ 150% ഓഫ് എക്സ്പെൻഡിച്ചർ നമുക്ക് കിട്ടുന്നതാണ്. ഇനി 35CCD എക്സ്പെൻഡിച്ചർ ഓൺ സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. അതായത് ലേബറിന്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കമ്പനീൻ്റെ അവിടെ ഞാൻ ലേബർ ഉണ്ട്. അപ്പം ലേബറിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വല്ല ട്രെയിനിങ്സ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ചെലവ് ചെയ്ത എക്സ്പെൻഡിച്ചർ എനിക്ക് എത്ര കിട്ടും, 150% എനിക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ അലൗഡ് ആണ്. സോ എലിജിബിൾ SSE ഓർത്ത് വയ്ക്കുക, കമ്പനി. എലിജിബിൾ SSE ആരാണ്, കമ്പനി. എക്സ്പെൻഡിച്ചർ ഓൺ സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്ട് അതർ ദാൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒഴികെ എക്സ്പെൻഡിച്ചർ ചെയ്തു വെച്ചാൽ 150% ഓഫ് എക്സ്പെൻഡിച്ചർ അലൗ ചെയ്യും. സോ ഇഫ് ഇറ്റ് ഈസ് 35CCA അതായത് റൂറൽ ഡെവലപ്മെന്റ് ആണെങ്കിൽ 100%, അഗ്രികൾച്ചർ ആണെങ്കിൽ 150%, സ്കിൽ ഡെവലപ്മെന്റ് ആണെങ്കിൽ 150%. സ്കിൽ ഡെവലപ്മെന്റ് ഓൺലി ഫോർ കമ്പനി, ഓക്കെ. ബട്ട് റൂറൽ ഡെവലപ്മെന്റ് ഓൾ SSCs. ഇതാണ് 35CCA, CCC, ചെറിയ സെക്ഷനാണ്. റൂറൽ ആണെങ്കിൽ 100, ബാക്കി രണ്ടെണ്ണം 150. ഓക്കെ. ഇനി next one, again most important, 35D amortization of certain preliminary expenses incur ചെയ്തിട്ടുണ്ടെങ്കിൽ amortization. ഇപ്പം ഇനി തൊട്ട് നിങ്ങൾ നോക്കാം, ഈ സെക്ഷൻസിന്റെ ട്രാൻസിഷൻ ഒന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? 35 സയന്റിഫിക് എങ്ങനെയായിരുന്നു, ഇത് ഓർത്ത് വെക്കാനാണ്. സയന്റിഫിക് എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് ഡിഡക്ഷൻ അലൗ ചെയ്ത് കിട്ടിയായിരുന്നു 100%, 150% വെയിറ്റഡ് ഡിഡക്ഷൻ ആയിരുന്നു. ബട്ട് ദിസ് ഇസ് amortization വേർഡ് വന്നു കഴിഞ്ഞാൽ അറിയാം, ദിസ് വിൽ ബി ഡിവൈഡഡ് ഇൻ ടു ഇൻസ്റ്റാൾമെന്റ്സ്. അതായത് 5 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് അതിനെ amortize ചെയ്ത് വരും. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അതിനെ ഈക്വലി 5 years ആയിട്ട് 5 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് അതിനെ amortize ചെയ്യും. സോ ഇവിടെ നമുക്കൊരിക്കലും amortization ഓഫ് സർട്ടൻ പ്രിലിമിനറി എക്സ്പെൻസസ് ഇവിടെ ഒരിക്കലും 100% അങ്ങനെ വരില്ല. അതിനെ amortize ചെയ്യും, ഈക്വൽ ഇൻസ്റ്റാൾമെന്റിനെ അതിനെ ചെയ്യും, ഡിവൈഡ് ചെയ്യും. എലിജിബിൾ SSE, ഈ എലിജിബിൾ SSE ഇത് സ്പെസിഫൈ വരുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കണം. കാരണം ഈ സെക്ഷൻസ് അല്ലേ 35 സയന്റിഫിക് റിസർച്ച് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്പെസിഫൈഡ് ബിസിനസ് ആയിക്കോട്ടെ, ഇപ്പോൾ 35CCA, CCD ഇതെല്ലാം ഇതിനകത്ത് 35D ഇതിനകത്ത് ഇന്ത്യൻ കമ്പനി ഓർ എനി അതർ റെസിഡൻറ്റ് പേഴ്സൺ, ഇത് ഓർത്ത് വെക്കണേ. കാരണം ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ MCQs ചോദിക്കും. അപ്പോൾ എലിജിബിൾ SSE ഇന്ത്യൻ കമ്പനി ഓർ എനി അതർ റെസിഡൻറ്റ് പേഴ്സൺ. എലിജിബിൾ എക്സ്പെൻസ് എന്താണ്? ബിഫോർ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആണെങ്കിൽ സെറ്റപ്പ് ചെയ്യാനുള്ള എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണോ അതിൻ്റെ നമുക്ക് എലിജിബിൾ എക്സ്പെൻസ് ആണ്. അതിൻ്റെ മുകളിൽ ചെലവാക്കിയ ഇതിന് നമുക്ക് amortization അതായത് ഈക്വൽ ആയിട്ട് 5 ഇൻസ്റ്റാൾമെന്റ്സിലായിട്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ദിസ് ഇസ് ജസ്റ്റ് ദ സിറ്റുവേഷൻ. ആഫ്റ്റർ കമൻസ്മെന്റ്, ബിസിനസ് കമൻസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ മുകളിൽ, എക്സ്പെൻഡിച്ചർ ഫോർ എക്സ്പാൻഷൻ ഓർ സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ യൂണിറ്റ്. അതായത് എൻ്റെ ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട്, ഇനി ഒരു ന്യൂ യൂണിറ്റ് എനിക്ക് എൻ്റെ തന്നെ ബിസിനസ്സിൻ്റെ കൂടെ ഒരു ന്യൂ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്ന ചെലവുകൾ അതാണ് amortization ഓഫ് അതാണ് പ്രിലിമിനറി എക്സ്പെൻസസ്. ബിസിനസ് തുടങ്ങുന്നതിന് മുന്നാണെങ്കിൽ സെറ്റപ്പ് ചെയ്യാനുള്ള എല്ലാ ചെലവും, ബിസിനസ് തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ ന്യൂ യൂണിറ്റ് ഓർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെലവാക്കിയിട്ടുണ്ടോ അതുണ്ട്. ഇനി ലിസ്റ്റ് ഓഫ് ക്വാളിഫൈങ് എക്സ്പെൻസസ് എല്ലാ ചെലവിൻ്റെ മുകളിൽ കിട്ടുമോ? ഇല്ല.
Now, work done by SSE or approved concern. Expenses in connection with preparation of feasibility report, project report, conducting market survey, engineering services. ഇനി അതിൻ്റെ ഒരു കമ്പനിയാണ് ചെയ്തെങ്കിൽ കമ്പനിക്ക് എന്തൊക്കെ പ്രിലിമിനറി എക്സ്പെൻസസ് വരിക നിങ്ങൾ ലോയിൽ പഠിച്ചിട്ടുണ്ട്. ലീഗൽ ചാർജസ്, MOA, പ്രിന്റിംഗ് ചാർജസ്, MOA, AOA പ്രിന്റ് ചെയ്യാനുള്ളത്, ലീഗൽ ചാർജസ്, രജിസ്ട്രേഷൻ, കമ്പനി രജിസ്ട്രേഷൻ, ഇപ്പം ആ കമ്പനി ലിസ്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കമ്പനി പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേയുള്ള എക്സ്പെൻസസ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, അഡ്വർടൈസ്മെന്റ് ഓഫ് പ്രോസ്പെക്ടസ്, ഈ ചെലവുകൾ കമ്പനിക്ക് വരും. അതർ SSE ആണെങ്കിൽ ഫീസിബിലിറ്റി റിപ്പോർട്ട്, പ്രൊജക്ട് റിപ്പോർട്ട്, കണ്ടക്ടിംഗ് മാർക്കറ്റ് സർവേ, എഞ്ചിനീയറിംഗ് സർവീസസ്. ഓക്കെ, സോ ഈ ചെലവുകൾ ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസസിന്റെ ഡിഡക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി മാക്സിമം ക്വാളിഫയിങ് എക്സ്പെൻസ്. മാക്സിമം എത്രയാണ് നമുക്ക് എത്ര എക്സ്പെൻസ് ആണ് നമുക്ക് അലൗ ചെയ്ത് കിട്ടുക? കോർപ്പറേറ്റ്, നോൺ കോർപ്പറേറ്റ്, കമ്പനി ആണെങ്കിൽ നോൺ കമ്പനി ആണെങ്കിൽ, അതർ ദാൻ കമ്പനി ആണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പഠിക്കേണ്ടെന്നല്ല കേട്ടോ. This is for non-corporate, this is for non-corporate. അപ്പോൾ അതിൻ്റെ ഇവിടെ 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊജക്ട്. കോർപ്പറേറ്റ് ആണെങ്കിൽ, കമ്പനി ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ 5% എടുക്കാം, ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ 5% എടുക്കാം. കമ്പനി ആണെങ്കിൽ പ്രൊജക്റ്റിൻ്റെ 5%, ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ 5% എടുക്കാം. രണ്ടിനെയും കമ്പയർ ചെയ്യുക, വിച്ച് എവർ ഇസ് ഹയർ. ആ എമൗണ്ടിനെ ആക്ച്വൽ എക്സ്പെൻസസ് ആയിട്ട് കമ്പയർ ചെയ്ത് വിച്ച് എവർ ഇസ് ലോവർ, ആ എമൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ എന്താ പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റും ക്യാപിറ്റൽ എംപ്ലോയിഡും രണ്ടിൻ്റെയും 5% എടുക്കാം. രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഇസ് ഹയർ എമൗണ്ട് എടുക്കുക. ആ എമൗണ്ടിനെ ആക്ച്വൽ എക്സ്പെൻസ് ആയിട്ട് കമ്പയർ ചെയ്യുക, വിച്ച് എവർ ഇസ് ലോവർ. അതാണ് നിങ്ങളുടെ ക്വാളിഫയിങ് എക്സ്പെൻസ്. ഓക്കെ, ഇനി SSE കമ്പനി അല്ല, അതർ ദാൻ കമ്പനി ആണെങ്കിൽ 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊജക്ട്. ബിക്കോസ് ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ സിസ്റ്റം അവിടെ വരുന്നില്ല. കോസ്റ്റ് ഓഫ് പ്രൊജക്ടിന്റെ 5% എടുക്കുക, അതിന് ആക്ച്വൽ എക്സ്പെൻസ് ആയിട്ട് കമ്പയർ ചെയ്യുക, വിച്ച് എവർ ഇസ് ലോവർ വിൽ ബി ദ ക്വാളിഫൈങ് എക്സ്പെൻസ്. ഓക്കെ, ഇനി ഡിഡക്ഷൻ എത്ര കിട്ടുക? ഈ ഫുൾ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടുമോ? ഇല്ല. 1/5, അതായത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സിൽ അതിനെന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. Okay, starting from the previous year in which the business business commence ആവുന്ന വർഷം മുതൽ 5 വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സിന് അതിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. Okay, so if the answer comes to maximum qualifying expense comes to 1 lakh divided by 5. Okay, 20,000 എല്ലാ വർഷത്തിലും നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഓഡിറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവണം, എന്നാലേ കിട്ടുള്ളൂ. വാട്ട് ഈസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് മീൻസ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിബെഞ്ചേഴ്സ് പ്ലസ് ലോങ് ടേം ബോറോയിങ്സ്. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. SP എന്താ? സെക്യൂരിറ്റി പ്രീമിയം നോട്ട് ടു ബി ഇൻക്ലൂഡഡ്. സെക്യൂരിറ്റി പ്രീമിയം ഇൻക്ലൂഡ് ചെയ്യില്ല ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ കൂടെ സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യില്ല. സോ 35D amortization ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസിൽ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ കാൽക്കുലേഷനിൽ സെക്യൂരിറ്റി പ്രീമിയം ഇൻക്ലൂഡ് ചെയ്യില്ല. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഓർത്ത് വയ്ക്കുക. ഇത് എന്നത്തെയാണ് നമുക്ക് വേണ്ടത്? ഓൺ ലാസ്റ്റ് ഇയർ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദ ബിസിനസ് കമൻസ് ഓർ എക്സ്റ്റൻഷൻ കംപ്ലീറ്റഡ്. ബിസിനസ് കമൻസ് ചെയ്യുന്ന വർഷത്തിൻ്റെ ലാസ്റ്റ് ഡേ, അതായത് 31st മാർച്ച് ഓഫ് പ്രീവിയസ് ഇയർ. ബിസിനസ് കമൻസ് ചെയ്ത പ്രീവിയസ് ഇയറിൻ്റെ 31st മാർച്ചിൻ്റെ ദിവസമുള്ള ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങളുടെ 35D. ഓക്കെ, ഇഫ് സപ്പോസ് എങ്ങാനും ഇത് അമാൽഗമേഷൻ ഓർ ഡീമർജർ ആയിട്ടുണ്ടെങ്കിൽ ദ റിസൾട്ടിംഗ് കമ്പനി, അതായത് അമാൽഗമേറ്റഡ് ആയ കമ്പനി അല്ലെങ്കിൽ ഡീമർജ് ആയി കഴിഞ്ഞ കമ്പനി, മെർജ് ആയതിനു ശേഷമുള്ള കമ്പനി, അതിനാണ് നമ്മൾ റിസൾട്ടിംഗ് കമ്പനി എന്ന് പറയാം. സോ റിസൾട്ടിംഗ് കമ്പനി ക്യാൻ ടേക്ക് ദിസ് ഡിഡക്ഷൻ. അതായത് ഈ അമാൽഗമേഷനിലൂടെയാണ് ഇത് വന്നതെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻകർ ആയെങ്കിൽ അമാൽഗമേറ്റഡ് കമ്പനി, മീൻസ് അമാൽഗമേഷൻ കഴിഞ്ഞ കമ്പനിക്കും ഡീമർജ് ആയി കഴിഞ്ഞ കമ്പനിക്കും, അതിനാണ് നമ്മൾ റിസൾട്ടിംഗ് കമ്പനി എന്ന് പറയുന്നത്. ആ കമ്പനിക്ക് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, 1/5 അഗെയിൻ. നെക്സ്റ്റ് വൺ, സ്മോൾ സെക്ഷൻ 35DDA. സോ 35DDA രണ്ടും amortization ആണ്. amortization വന്നാൽ ഡിവൈഡഡ് ബൈ 1/5 മീൻസ് ഇൻറ്റു 1/5 ചെയ്യാം.
divided by 5 ചെയ്യണം. So when amortization of compensation paid under VRS, voluntary retirement scheme, voluntary retirement scheme, retrenchment scheme. So retrenchment voluntary retirement scheme. Retrenchment എന്ന് വെച്ചാൽ എന്താ? എംപ്ലോയിനെ എംപ്ലോയർ പറഞ്ഞു വിടുക, എംപ്ലോയറെ പറഞ്ഞു വിടുക, അതാണ് റീട്രെഞ്ച്മെന്റ്. VRS എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയറിനും പറഞ്ഞു വിടണം, എംപ്ലോയിക്കും ഇറങ്ങിപ്പോണം, അതാണ് VRS. അപ്പൊ ആ കേസിൽ amortization എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1/5. Again 1/5 of the amount allowed in that previous year for succeeding previous year and for succeeding previous year. അതായത് and for succeeding previous year എന്ന് പറഞ്ഞാൽ ഏത് വർഷത്തിലാണ് എക്സ്പെൻസ് ഇൻകറേജ് ചെയ്ത് വെച്ചാൽ ആ വർഷം ഒരു വർഷം, പിന്നെ 4 സക്സീഡിങ് പ്രീവിയസ് ഇയർ ഡിഡക്ഷൻ കിട്ടും. സപ്പോസ് ഇതെങ്കിലും അമാൽഗമേഷൻ ഡീമർജർ ആൻഡ് ആണെങ്കിൽ ബാലൻസ് ഡിഡക്ഷൻ ആർക്ക് എടുക്കാം? അതിൻ്റെ ഇടയ്ക്ക് അമാൽഗമേഷൻ ഡീമർജർ വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഡിഡക്ഷൻ റിസൾട്ടിങ് കമ്പനിക്ക് ഇടാം. ദറ്റ് ഈസ് എ സിമ്പിൾ സെക്ഷൻ. ഇത്രയും അതിൻ്റെ മുകളിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ഇതിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും അങ്ങനെ വരില്ല. വരികയാണെങ്കിലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. നോ ഡിഡക്ഷൻ ഇൻ അതർ സെക്ഷൻ. വേറെ മറ്റു സെക്ഷനുകളിലൊന്നും ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ടാവരുത്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ 35 DDA. സോ 35D 35 DDA ബോത്ത് ആർ അമോർട്ടൈസേഷൻ 1/5 ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇതുവരെ നിങ്ങൾ പഠിച്ചതിൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എക്സെപ്റ്റ് 32, 35 സയൻറ്റിഫിക് റിസർച്ച് നല്ലോണം പഠിച്ചു പോണേ. പിന്നെ അതിനുശേഷം സ്പെസിഫൈഡ് ബിസിനസ്, അതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് പ്രിലിമിനറി എക്സ്പെൻസസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് 3 നന്നായി ചെയ്തു പോകണം, അപ്പാർട്ട് ഫ്രം ഡെപ്രിസിയേഷൻ. ഓക്കെ, ഇൻ സെക്ഷൻ 36 ഇത് വളരെ കുഞ്ഞു സെക്ഷനുകളാണ്, നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തീർക്കാം. ഓക്കെ, സോ ഇതിൻ്റെ മുകളിലൊന്നും അധികം നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും നിങ്ങൾക്ക് അലവൻസ് കിട്ടുന്നത്. സോ 36 സെക്ഷൻ 36 അതർ ഡിഡക്ഷൻസ്. സെക്ഷൻ 36 ഇപ്പോൾ ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസസ് P&L ഡെബിറ്റിൽ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. നമ്മളിപ്പോഴും അലവൻസസിലാണ് കേട്ടോ. P&L ഡെബിറ്റിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യരുത്, അടുത്തത് നോക്കി പോവാം. ഇല്ലെങ്കിൽ അതിന് ഇഫക്റ്റ് കൊടുക്കുക. ഇഫക്റ്റ് എന്താണ്? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, ഇനി അതർ ഡിഡക്ഷൻസ് കുഞ്ഞാണ്. ഇൻഷുറൻസ് പ്രീമിയം ഓൺ സ്റ്റോക്ക് ഓർ സ്റ്റോർ ഓഫ് ബിസിനസിന്റെ സ്റ്റോക്കിന്റെ മുകളിൽ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ബിസിനസ്, ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് അലവൻസ്. P&L ഡെബിറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യരുത്. P&L ഡെബിറ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫ് ഓഫ് കാറ്റിൽ ഓൺഡ് ബൈ മെമ്പർ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫെഡറൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ എന്താണെന്നൊരു ഫണ്ട്. ജസ്റ്റ് എ സെക്കൻഡ്. ഈ ഫെഡറൽ മിൽക്ക് ഇല്ലേ, ഫെഡറൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഈ ഫെഡറൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടർ കുറേ മെമ്പേഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയും. സപ്പോസ് ഒരു FMCS ഉണ്ട്, അതായത് ഫെഡറൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിൻ്റെ കീഴിൽ 3 സപ്പോസ് കുറേ മെമ്പേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയും. 1, 2, 3 പ്രൈമറി PCS ഉണ്ട്. ഇനി ഈ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫാമേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഫാമർ 1, ഫാമർ 2, ഫാമർ 3. ഈ ഫാമേഴ്സിന് കാറ്റൽ ഉണ്ടാവും. കാറ്റൽ, പശു, ആട്, അങ്ങനെ നമുക്ക് ഫെഡറൽ മിൽക്ക് പാല് തരുന്ന മൃഗങ്ങൾ, കാറ്റൽ 1, കാറ്റൽ 2, കാറ്റൽ 3. ഓക്കെ, സോ FMCSന് വേണ്ടിയിട്ട് അവരുടെ FMCSന് കാറ്റലിൻ്റെ മുകളിലാണ് FMCS എന്ത് ചെയ്യുന്നത്? ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്നത്. ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫ് ഓഫ് കാറ്റൽ ഓൺഡ് ബൈ മെമ്പർ ഓഫ് പ്രൈമറി. ഞാൻ പറഞ്ഞുതരാം. ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫ് ഓഫ് കാറ്റൽ ആര്? ഓൺഡ് ബൈ മെമ്പർ ഓഫ് പ്രൈമറി, മെമ്പർ ഓഫ് എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ ആരാ? ഫാമർ. ആ ഫാമറുടെ സ്വന്തമായ കാറ്റലിന്റെ മുകളിൽ ഫെഡറൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻഷുറൻസ് പ്രീമിയം എടുക്കും. ഓക്കെ, അപ്പോൾ
applicable to Federal Milk Cooperative Society, ഇൻഷുറൻസ് പ്രീമിയം കാറ്റലിൻ്റെയാണ് എടുക്കുന്നത്. കാറ്റലിൻ്റെ ഓണർ ആരാ? ഫാമർ എന്തിൻ്റെ മെമ്പറാ? പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിൻ്റെ മെമ്പറാ? ഫെഡറൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ ഫെഡറൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി അൾട്ടിമേറ്റ്ലി കാറ്റലിൻ്റെ മുകളിലല്ലേ ഇൻഷുറൻസ് പ്രീമിയം എടുക്കുള്ളൂ. സോ അത് റിലേറ്റഡ് ടു ബിസിനസ് ആണ്. അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടും? ആ എക്സ്പെൻസസ് അലൗഡ് ആണ്, ആ ഇൻഷുറൻസ് പ്രീമിയം അലൗഡ് ആണ്. ഓക്കെ, ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഹെൽത്ത് ഓഫ് എംപ്ലോയി, ഓൾ എംപ്ലോയർ. ഓക്കെ, സോ ഇഫ് എംപ്ലോയർ ഒരു കമ്പനിക്ക് എംപ്ലോയിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്രീമിയം എടുക്കുകയാണെങ്കിൽ 36. ഓക്കെ, ബട്ട് ഇഫ് എംപ്ലോയർ ഇൻഷുറൻസ് കമ്പനിക്ക് എംപ്ലോയിയുടെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് ആണ് എടുക്കണമെങ്കിൽ 37(1) ജനറൽ ഡിഡക്ഷൻ. മനസ്സിലായോ? ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എടുക്കണമെങ്കിൽ എംപ്ലോയർ 36, ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ 37(1). ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദ പേയ്മെന്റ് മസ്റ്റ് ബി അതർ ദാൻ ക്യാഷ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തിനാ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയണമെന്ന് അറിയോ? 43B സെക്ഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഈ പോയിന്റ് ഒന്ന് കവർ ചെയ്യും. അപ്പോൾ ഓർത്ത് വെക്കണേ, പ്ലീസ് ഒന്ന് ഓർത്ത് വെക്കണം. ഇൻഷുറൻസ് പ്രീമിയം പേയ്മെന്റ് അതർ ദാൻ ക്യാഷ്. ഓക്കെ, ഇൻഷുറർ അപ്രൂവ്ഡ് ബൈ IRD ആയിരിക്കണം. ബോണസ് ആൻഡ് കമ്മീഷൻ പെയ്ഡ് ടു എംപ്ലോയിക്ക് ബോണസും കമ്മീഷനും കൊടുത്തു. റിലേറ്റഡ് ടു ബിസിനസ് ആണ്. സബ്ജക്ട് ടു സെക്ഷൻ 43B. സബ്ജക്ട് ടു സെക്ഷൻ 43B. 43B എന്താണ്? പേയ്മെന്റ് ഹാസ് ടു ബി മെയ്ഡ് ബിഫോർ ഫൈലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം. ഓക്കെ, ഈ പ്രീവിയസ് ഇയറിൻ്റെ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിന് മുന്നേ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അലവൻസ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ഓൺഡ് ക്യാപിറ്റൽ നോട്ട് അലൗഡ്. ഒബ്വിയസ്ലി എൻ്റെ സ്വന്തം പൈസ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ പൈസ എനിക്ക് കിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ പേയ്മെൻറ്റ് മീൻസ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എനിക്ക് അലവൻസ് കിട്ടും, പ്രൊവൈഡഡ് 43B റൂള് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതായത് ഞാൻ പറയാം, ഞാൻ ബാങ്കും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇൻട്രസ്റ്റ് അവർക്ക് പേ ചെയ്യും. ഇൻട്രസ്റ്റിൻ്റെ അലൗഡ് ആണോ ഇൻട്രസ്റ്റ്? യെസ്, കാരണം ഞാൻ ലോൺ എടുത്തിരിക്കുന്നത് ബിസിനസ് പർപ്പസിനാണ്. എവിടെ നിന്നാണ് എടുത്തത്? ബാങ്ക് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. ഞാൻ ഇൻട്രസ്റ്റ് പേ ചെയ്യും, അലൗഡ് ആണ്. പ്രൊവൈഡഡ് റിട്ടേൺ ഓഫ് ഇൻകം, അതായത് ഈ വർഷത്തിൻ്റെ റിട്ടേൺ ഓഫ് ഇൻകത്തിന് മുന്നേ ഞാൻ ഇൻട്രസ്റ്റ് ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അലൗസ് ചെയ്യുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, ഞാൻ ഇൻട്രസ്റ്റ് പേ ചെയ്യാം, അവിടെ 43B അപ്ലൈ ആവില്ല. Okay, so if I have taken loan from a bank or financial institution and making a payment of interest, then 43B applies. അതായത് റിട്ടേൺ ഓഫ് ഇൻകത്തിന് മുന്നേ ആക്ച്വലി പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. ബട്ട് ഇഫ് ഐ ഹാവ് ടേക്കൺ ലോൺ ഫ്രം റിലേറ്റീവ്സ്, 43B അവിടെ അപ്ലൈ ആവുന്നില്ല. ഓക്കെ, ഞാൻ ലോൺ എടുത്തു, സപ്പോസ് ഞാൻ ലോൺ എടുത്തു, ആ ക്യാപിറ്റൽ അസെറ്റ് അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? Interest for capital asset from date of borrow to date of put to use, non-deductible but it has to be capitalized. എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സപ്പോസ് ഞാനൊരു ക്യാപിറ്റൽ അസെറ്റിന് വേണ്ടിയിട്ട് ഞാൻ ലോൺ എടുത്തു. ഓക്കെ, പക്ഷെ ആ ക്യാപിറ്റൽ അസെറ്റിന് ഞാൻ ഇതുവരെ പുട്ട് യൂസ് ചെയ്തിട്ടില്ല. പുട്ട് യൂസ് ചെയ്താലേ ആ ഇൻട്രസ്റ്റിൻ്റെ ഡിഡക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, ആ ഡിഡക്ഷൻ എനിക്ക് അലൗ ആവുള്ളൂ. ഞാൻ ഒരു ക്യാപിറ്റൽ അസെറ്റിന് വേണ്ടി ലോൺ എടുത്തു, പക്ഷെ ആ ക്യാപിറ്റൽ അസെറ്റ് ഞാൻ പുട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഇൻട്രസ്റ്റ് എനിക്ക് അലൗഡ് ആവുമോ? ഇല്ല, അലൗഡ് ആവില്ല. ബട്ട് എന്താവും? ഈ ഇൻട്രസ്റ്റ് എൻ്റെ അസെറ്റിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റിൻ്റെ മുകളിൽ ആഡ് ആവും, അതായത് ക്യാപിറ്റലൈസ് ആവും. ഓക്കെ, സോ ഇഫ് ഐ ഹാവ് ടേക്കൺ ലോൺ ബട്ട് ഐ ഹാവ് നോട്ട് യൂസ് ദാറ്റ് ക്യാപിറ്റൽ അസെറ്റ്, ഞാൻ ആ ക്യാപിറ്റൽ അസെറ്റ് പുട്ട് യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണത് എനിക്ക് എൻ്റെ റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യില്ല, P&L ഡെബിറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ഉണ്ടാവും? എൻ്റെ ക്യാപിറ്റൽ അസെറ്റ് വരുമ്പോൾ ആ ക്യാപിറ്റൽ അസെറ്റിന് കോസ്റ്റുകൾ ഞാൻ അത് ആഡ് ചെയ്യും. ഓക്കെ, സിമ്പിൾ. ഡിസ്കൗണ്ട് ഓൺ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇഷ്യൂ ചെയ്യുന്നത്
ഡിസ്കൗണ്ടിൽ റിഡീം ചെയ്യുന്നത് പാറിൽ. അതിനാണ് ഡിസ്കൗണ്ട് കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ സീറോ കൂപ്പൺ ബോണ്ട് ഇഷ്യൂർ ഓഫ് ദ ബോണ്ട് ഡിസ്കൗണ്ട് എന്താണോ ഉള്ളത് അത് അലൗഡ് ആണ് ആസ് റിഡക്ഷൻ ഓൺ പ്രൊറാറ്റ ഫ്രം ഇഷ്യൂ ടു മെച്ചോറിറ്റി. എന്ന് വെച്ചാൽ ഇഷ്യൂ ടു മെച്ചോറിറ്റി അതിനെ പ്രൊറാറ്റ ബേസിസിൽ ഡിസ്കൗണ്ട് എന്ത് ചെയ്യും, നമുക്ക് അലവായി കിട്ടും. സിമ്പിളാണ് ഇത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും സാധാരണ വരാറില്ല സീറോ കൂപ്പൺ ബോണ്ടിലേക്ക്. പ്രൊറാറ്റ ബേസിസിലാണ് അത് അലൗ ചെയ്യുന്നത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർ അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. ഇത് സിമ്പിളാണ്, ഞാൻ സമ്മറി പറഞ്ഞുതരാം. ഈ സെക്ഷനും ഈ സെക്ഷനും ഒരുമിച്ച് വായിക്കാം. ഓക്കെ, പറഞ്ഞുതരാം. റെക്കഗ്നൈസ് പ്രൊവിഡന്റ് ഫണ്ട് അപ്രൂവ്ഡ് ആണെങ്കിൽ, റെക്കഗ്നൈസ് അപ്രൂവ്ഡ് അങ്ങനെ വന്നാൽ സെക്ഷൻ അലൗഡ് ആണ്, പ്രൊവൈഡഡ് സെക്ഷൻ 43B ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതായത് ഞാൻ പറഞ്ഞുതരാം, എംപ്ലോയർ ആണ്, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് റെക്കഗ്നൈസ് പ്രൊവിഡന്റ് ഫണ്ടിലോ അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടോ അല്ലെങ്കിൽ സൂപ്പർ അന്വേഷൺ ഫണ്ടിലോ എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഫയലിന് മുന്നേ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കോൺട്രിബ്യൂഷൻ അലൗ ചെയ്യുള്ളൂ. സപ്പോസ് ഞാൻ റിട്ടേൺ ഓഫ് ഇൻകത്തിന് മുന്നേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്നെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായോ? സോ PF-ന് വേണ്ടിയിട്ട് അപ്രൂവ്ഡ് റെക്കഗ്നൈസ്ഡ് ആണ്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്, സൂപ്പർ അന്വേഷൺ ഫണ്ട് എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി റിട്ടേൺ ഓഫ് ഇൻകത്തിന് മുന്നേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അലൗഡ് ആണ്. റിട്ടേൺ ഓഫ് ഇൻകത്തിന് മുന്നേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ദിസ് പോയിന്റ് ടോക്സ് അബൌട്ട് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, സൂപ്പർ അന്വേഷൺ ഫണ്ട്, എനി അതർ ഫണ്ട്. ഇവിടെ റെക്കഗ്നൈസ്ഡ്, ഇവിടെ അൺറെക്കഗ്നൈസ്ഡ്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി ഫസ്റ്റ് ആഡ് ടു ദ ഇൻകം. അൺറെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ഇൻകത്തിന് മുകളിൽ ആഡ് ചെയ്യുക, ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, then deduction is available if paid within due date of that act. Most important, within due date of that act. ഈ ആക്ടിന്റെ, അതായത് റിട്ടേൺ ഫയലിംഗിന്റെ ഡ്യൂ ഡേറ്റ് അല്ല, ഈ ആക്ടിന്റെ ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. അതായത് 15 days ഫ്രം എ മന്ത്. ജനറലി 15 ഡേയ്സിലാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ESIC പ്രൊവിഡന്റ് ഫണ്ട് 15 ഡേയ്സിലാണ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പൊ ഈ മാസത്തിന്റെ വിതിൻ നെക്സ്റ്റ് 15 days പേയ്മെന്റ് ചെയ്യണം. അപ്പൊ ആ ഡേറ്റ് ഓഫ് ആക്ടിന് മുന്നേ പേ ചെയ്താൽ മാത്രമേ അലൗ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ റിട്ടേൺ ഫയലിംഗിന്റെ ഡ്യൂ ഡേറ്റിന് മുന്നേ ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടെങ്കിലേ അതിനെന്ത് ചെയ്യുള്ളൂ, അലൗ ചെയ്യുള്ളൂ. ബട്ട് അൺറെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ ആദ്യം അതിനെ ഇൻകത്തിൽ ആഡ് ചെയ്യണം. ദെൻ ഡിഡക്ഷൻ എപ്പോഴാണ് കിട്ടുക? സപ്പോസ് നിങ്ങൾ ആ ഡ്യൂ ഡേറ്റ് ഓഫ് ദാറ്റ് ആക്ട്, ഇപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ആക്ടിന്റെ ഡ്യൂ ഡേറ്റ്, സൂപ്പർ അന്വേഷൺ ഫണ്ട് ആണെങ്കിൽ സൂപ്പർ അന്വേഷൺ ഫണ്ടിന്റെ ഡ്യൂ ഡേറ്റ്, ESIC ആണെങ്കിൽ ESICന്റെ ഡ്യൂ ഡേറ്റിന്, ആ ആക്ടിന്റെ ഡ്യൂ ഡേറ്റിന് മുന്നേ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, അലൗ ചെയ്യുള്ളൂ. ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. നെക്സ്റ്റ് വൺ, allowance in respect of dead or useless animals which were used for business. Dead or useless animals ആണെങ്കിൽ ഡിഡക്ഷൻ ആക്ച്വൽ കോസ്റ്റ് ആയിരിക്കും. എമൗണ്ട് റിയലൈസ്ഡ് ഓൺ സെയിൽ, ആക്ച്വൽ കോസ്റ്റ് എമൗണ്ട് റിയലൈസ്ഡ് എത്ര പൈസ കിട്ടിയോ അത്രയും നമുക്ക് ഡിഡക്ഷൻ കമ്പയർ ചെയ്തിട്ട് ആക്ച്വൽ കോസ്റ്റ് എടുക്കുക. ബാഡ് ഡെറ്റ്സ് എല്ലാ SSCക്കും കിട്ടും. ഓക്കെ, ഇൻസിഡന്റൽ ടു ബിസിനസ് ആയിരിക്കണം. ബാഡ് ഡെറ്റ്സ് റിലേറ്റഡ് ടു ബിസിനസ് ആയിരിക്കണം. ഈ ബാഡ് ഡെറ്റ്സ് എന്തിന്റെ മുകളിലാണോ ആ ഇൻകം ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാണോ. സപ്പോസ് ഞാൻ സെയിൽ ചെയ്തു, ഐ സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ രാഹുൽ. ഓക്കെ, രാഹുലിന് ഞാൻ സെയിൽ ചെയ്തപ്പോൾ ഞാൻ സെയിൽ റെക്കോർഡ് ചെയ്തു. ഓക്കെ, ഇനി രാഹുലിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ മാത്രമേ എനിക്ക് ബാഡ് ഡെറ്റ്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബാഡ് ഡെറ്റ്സ് അലൗ ചെയ്യുള്ളൂ. സപ്പോസ് ഞാൻ ഗുഡ്സ് സെയിൽ ചെയ്തു രാഹുലിന്, ഐ സോൾഡ് ഗുഡ്സ് ടു രാഹുൽ, ഞാൻ സെയിൽ റെക്കോർഡ് ചെയ്തില്ല. ഓക്കെ, ഇനി രാഹുലിന് നിന്ന് എനിക്ക് പൈസ കിട്ടിയില്ല, ഞാൻ അതിന് 2 ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ P&L ഡെബിറ്റിലിട്ട് കഴിഞ്ഞാൽ അലൗ ചെയ്യില്ല. കാരണം എന്താ, സെയിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാ ബാഡ് ഡെറ്റ്സ് റെക്കോർഡ് ചെയ്യണത്? മനസ്സിലായില്ലേ? റവന്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം എന്താണോ ഇൻകം അതിനെ അത് റെക്കോർഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിന്റെ പൈസ കിട്ടാത്തപ്പോൾ ബാഡ് ഡെറ്റ്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ.
Bad debt should be written off in books of accounts. Bad debts are write off ചെയ്തിരിക്കണം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ബാഡ് ഡെറ്റ്സ് നിങ്ങൾക്ക് അലൗ ചെയ്യുള്ളൂ. ബാഡ് ഡെറ്റ്സ് ഹാസ് ടു ബി റിട്ടൺ ഓഫ്. ബിസിനസ് ഇൻ വിച്ച് ഡെറ്റ് ഇൻകേർഡ് മസ്റ്റ് ബി കണ്ടിന്യൂഡ്. ബിസിനസ് ഏത് ബിസിനസ്സിലാണോ നിങ്ങൾക്ക് ഡെറ്റ് വന്നത്, അതായത് പൈസ തരാതിരുന്നിട്ടുള്ളത്, ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവണം. എന്നാലും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, ബാഡ് ഡെറ്റ്സ് അലൗ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ബാഡ് ഡെറ്റ്സിൻ്റെ കണ്ടീഷൻ ഒന്ന് പഠിച്ചു വെച്ചോളൂ. എക്സാമ്പിൾ ചോദിക്കാം. ഇൻസിഡൻറ്റൽ ടു ബിസിനസ് ആയിരിക്കണം. ഇൻകം ഓൾറെഡി മീൻസ് ഇൻകത്തിന് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ബാഡ് ഡെറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അലൗ ചെയ്യാൻ പറ്റുള്ളൂ. ബാഡ് ഡെറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റിട്ടേൺ ഓഫ് ഉണ്ടാവണം. എന്നാലും ഇൻകം ടാക്സ് അതിന് അലൗ ചെയ്യുള്ളൂ. ബിസിനസ് ഇൻ വിച്ച് ഡെറ്റ് ഇൻകർഡ് മസ്റ്റ് ബി കണ്ടിന്യൂഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഫാമിലി പ്ലാനിങ് എമംഗ്സ്റ്റ് എംപ്ലോയി, കമ്പനീസ് നോട്ട് ടു ഫോം എക്സെട്ര. ഇത് കണ്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനിക്കാണ് ഇത് നോട്ട് ടു ഫോം. റവന്യൂ എക്സ്പെൻസസ് ഫുള്ളി, ക്യാപിറ്റൽ എക്സ്പെൻസ് ഓവർ 5 years, ഈക്വലി 5 years ആയിട്ട് കിട്ടും. അൺഅബ്സോർബ്ഡ് എക്സ്പെൻസസ് സെയിം. സപ്പോസ് എൻ്റെ കയ്യിൽ പ്രോഫിറ്റ് ഇല്ല അത്രയും, അപ്പോൾ ഈ അൺഅബ്സോർബ്ഡ് എക്സ്പെൻസസ് എന്തായാലും സെയിം ആസ് അൺഅബ്സോർബ്ഡ് ഡെപ്രിസിയേഷൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവും. നോ ഡിഡക്ഷൻ ഇനി അതർ വേറെ ഒരു സെക്ഷനിലും ഡിഡക്ഷൻ എടുത്തിട്ടുണ്ടാവരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, STT, കമോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. STTയും CTTയും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. Allowed for all business SSE, allowed as deduction if tax is paid during the previous year and income is taxable under the head PGBP. ഈ ടാക്സ് ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ സെക്യൂരിറ്റി STTയും CTTയും നിങ്ങൾക്ക് അലൗ ആയി കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ P&L STT എന്ന് എഴുതിയാൽ ഒരു പ്രശ്നവുമില്ല. You can move forward. That is good. It is allowed provided it has been paid. ഓക്കെ, ഇതായിരുന്നു സെക്ഷൻ 36. വളരെ സിമ്പിൾ ആയിരുന്നു. ഇനി 37(1). ജനറൽ ഡിഡക്ഷൻ. ജനറൽ ഡിഡക്ഷൻ, ദിസ് ഈസ് എ റെസിഡ്യൂറി ഡിഡക്ഷൻ. അതായത് 30 to 36 സ്പെസിഫിക് ആണ്. കുറേ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു ഇൻകം ടാക്സിൽ. 30 എന്ന് പറഞ്ഞാൽ ഇത്, 31 എന്ന് പറഞ്ഞാൽ ഇത്, 32 എന്ന് പറഞ്ഞാൽ ഡെപ്രിസിയേഷൻ, 33 എന്ന് പറഞ്ഞാൽ ഇത്, 35 എന്ന് പറഞ്ഞാൽ ഇത്, അങ്ങനെ എല്ലാത്തിനും പേര് കൊടുത്തു. അവസാനം പിന്നെയും കുറേ എക്സ്പെൻസസ് ഉണ്ട്. ബിസിനസ് അല്ലേ, ഒരുപാട് എക്സ്പെൻസസ് കാണുമല്ലോ. അപ്പോൾ അവർ ജനറൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു സെക്ഷൻ ഉണ്ടാക്കി. ദാറ്റ് ഈസ് 37(1). ഇനി ജനറൽ ഡിഡക്ഷൻ, ഈ കണ്ടീഷൻസ് ഓർമ്മ വെക്കണേ പ്ലീസ്. ജനറൽ ഡിഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദോ ഇറ്റ് ഈസ് റെസിഡ്യൂറി ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. General deduction, condition for allowability for other expenses. Other expenses എന്താണ്? Expense other than those specified in 30 to 36. 37(1)ൽ ഏത് എക്സ്പെൻസസ് ആ വരിക? 30 to 36 കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസേ അപ്ലിക്കബിൾ ആവുള്ളൂ. 37ൽ അത് കവർ ആവില്ല. ഓക്കെ, should be in connection with business or profession carried on by SSE. അതായത് ആ എക്സ്പെൻസ് ബിസിനസ് ഓർ പ്രൊഫഷൻ SSE നടത്തിക്കൊണ്ടുപോകുന്ന ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടി ഉള്ള ചെലവായിരിക്കണം. ദാറ്റ് മീൻസ് പേഴ്സണൽ പാടില്ല. ഓക്കെ, എക്സ്പെൻസസ് ഷുഡ് ബി ഹോൺലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ബിസിനസ്. പേഴ്സണൽ പാടില്ല. നോട്ട് ഇൻ നേച്ചർ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അസറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നേച്ചറിലാവരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ മാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നേച്ചറിൽ നമ്മൾ ഇത്രയും കണ്ടില്ലേ? അതെല്ലാം 35 ആ സെക്ഷനിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ആ ബിസിനസ്സിനുള്ള. സയൻറ്റിഫിക് റിസർച്ചിനുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, സ്പെസിഫൈഡ് ബിസിനസ്സിനുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അങ്ങനെയായിരുന്നു. ജനറലി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. എൻ്റെ നോർമൽ ബിസിനസ്സാണ്. ഞാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്ത പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കോസ്റ്റ് ഞാനെങ്ങാനും P&L ഡെബിറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അലൗ ചെയ്യില്ല. ഓക്കെ, not personal expenses should be incurred during previous year. ഈ എക്സ്പെൻസ് പ്രീവിയസ് ഇയറിൽ ഇൻകർ ചെയ്തിട്ടുണ്ടാവണം. എക്സ്പ്ലനേഷൻ ടു സെക്ഷൻ 37. This is important. Most important. Those who are watching in 1.5 speed, please ഇത് നോക്കാം. Explanation to section 37. Explanation 1. Any expense done for offense under any law not allowed. Offense ചെയ്തിട്ടുണ്ട് നിങ്ങൾ പേയ്മെന്റ് എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അലൗ ചെയ്യില്ല. That will be disallowed. Penalty for late filing return, fine, traffic memo. However, ഇതെല്ലാം അലൗ ചെയ്യില്ല കേട്ടോ.
കാരണം പെനൽറ്റി ഒരിക്കലും ടാക്സ് ഇൻകം ടാക്സോ അല്ലെങ്കിൽ മറ്റൊരു ടാക്സോ വരില്ല നിങ്ങൾ പെനൽറ്റി നിറയ്ക്കുന്നത്. നിങ്ങൾ സമയത്ത് നിറയ്ക്കാത്ത കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഒഫെൻസീവായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് പെനൽറ്റി വരുന്നത്. അപ്പോൾ പെനൽറ്റി എൻ്റെ ബിസിനസ്സിൻ്റെ ചിലവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ഒരു സമ്മുണ്ട്. ആ സമ്മ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ആ സമ്മ് സോൾവ് ചെയ്യുന്നതായിരിക്കും. However, interest on late payment of GST is extension of tax only, so interest is allowed. Interest ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലേറ്റ് പേയ്മെന്റ് ഓഫ് GST ലേറ്റ് പേയ്മെന്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ടാക്സ് ഓൺലി, സോ ഇറ്റ് ഈസ് അലൗഡ്. ഓക്കെ, ഇനി ഇത് അടുത്ത ഇമ്പോർട്ടൻറ്റ്, CSR expense as per section 135 Companies Act. ഒബ്വിയസ്ലി CSR ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളത് കമ്പനീസ് ആക്ട് ആണ് പറയുന്നത്. ഇൻകം ടാക്സ് ആക്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോ വൈ ഷുഡ് ഇൻകം ടാക്സ് അലൗ ഇറ്റ്? ഓക്കെ, ദാറ്റ് ഈസ് ഡൺ ബൈ കമ്പനീസ് ആക്ട് ആണ് അത് പറയുന്നത്. CSRന്റെ ചെലവുകൾ CSR കണ്ടക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ CSRന്റെ എക്സ്പെൻസ് ഇൻകം ടാക്സ് അലൗ ചെയ്യില്ല. Okay, you can prepare your P&L account, you can show CSR on your P&L account, but income tax വരുമ്പോൾ that will not be allowed, it will be disallowed. Expenses incurred in providing free is to medical practitioner by pharmaceutical prohibited by law, disallowed, circular വന്നിട്ടുണ്ട്. Okay, so this was your 37(1) section. Okay, so ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ 28 ചാർജിങ് സെക്ഷൻ കണ്ടു. ഓക്കെ, ഫസ്റ്റ് വൺ ബിസിനസ് എന്താണ്, പ്രൊഫഷൻ എന്താണ് നമ്മൾ കണ്ടു. സെക്ഷൻ 28 ചാർജിങ് സെക്ഷൻ കണ്ടു. ഓക്കെ, അതിനുശേഷം വൺ വി മിസ്ഡ് സെക്ഷൻ 29. സെക്ഷൻ 29 എന്താ പറയണത്? PGBP കാണണമെങ്കിൽ സെക്ഷൻ 30 to 44 DB വരെ നിങ്ങൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? PGBP ഇൻകം കിട്ടും. ഓക്കെ, അതാണ് സെക്ഷൻ 29 പറയുന്നത്. സെക്ഷൻ 30 expenses allowed. Allowed means if you see these expenses in P&L debit, don't do anything, no effect. If you don't see these expenses in P&L debit, then അതിനെന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിൽ നിന്നും മൈനസ് ചെയ്യണം. ഓക്കെ, സെക്ഷൻ 30 കഴിഞ്ഞു. സെക്ഷൻ 31 കഴിഞ്ഞു. സെക്ഷൻ 32 ഡെപ്രിസിയേഷൻ ഞാൻ ചെയ്തിട്ടില്ല. ഇറ്റ് വിൽ ബി കവേർഡ് ഇൻ പാർട്ട് 2 വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അതിനുശേഷം നമ്മുടെ 35 സെക്ഷൻ 35 നമ്മൾ കവർ ചെയ്തു. അതിനുശേഷം ഐ ഗെസ് 35AD സ്പെസിഫൈഡ് ബിസിനസ്, ദെൻ 35C, CCC, CCA, CCC, CCD ഇത് നമ്മൾ കണ്ടു. അതിനുശേഷം 35D, ദെൻ 35DDA, ദെൻ പിന്നെ നമ്മുടെ 36 സെക്ഷൻ 36ൻ്റെ ഫുൾ സീരീസ്, പിന്നെ സെക്ഷൻ 37(1) ജനറൽ ഡിഡക്ഷൻ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡെപ്രിസിയേഷൻ, ഡിസലവൻസസ്, ഡീംഡ് ഇൻകം, അതായത് പ്രിസംപ്റ്റീവ് ഇൻകം ടാക്സേഷൻ അത്, പിന്നെ ഡെപ്രിസിയേഷൻ്റെ മുകളിൽ കുറച്ച് സംസ്, അത് ഡെപ്രിസിയേഷൻ്റെ കോൺസെപ്റ്റിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞുതരും. പിന്നെ ഒരു സിംഗിൾ പ്രോബ്ലം. ഓക്കെ, സപ്പോസ് അതും വലിയൊരു വീഡിയോ ആണ് ആവുകയാണെങ്കിൽ PGBPയുടെ തേർഡ് പാർട്ട് ഉണ്ടാവും. ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി കൊണ്ടല്ല, പക്ഷെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻ്റർനെറ്റ് കൺസ്യൂം ചെയ്യേണ്ട, പ്ലസ് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഇറ്റ് ടേക്സ് മോർ ദാൻ 1 to 2 hours. കാരണം ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ അത് ഒരുപാട് സമയം എടുക്കണം അപ്ലോഡ് ആവാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ 2 or 3 പാർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത്. ബട്ട് ഡോണ്ട് വറി, എവറി വീഡിയോ, എല്ലാ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ മറ്റ് 2 വീഡിയോസിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അമെൻമെൻറ്റ്സിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ ഇത് സെക്ഷൻസ് ഒക്കെ കവർ ചെയ്യുന്നതിന് മുന്നേ അമെൻമെൻറ്റിൻ്റെ വീഡിയോയും കൂടെ ഒന്ന് കണ്ടാൽ അത് നല്ലതായിരുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ഇത്രയും സമയം എടുത്ത് നമ്മൾ റിവൈസ് ചെയ്തതിന്. നമുക്ക് ഇനി വീഡിയോ പാർട്ട് 2 നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ബൈ.